നമസ്കാരം. ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റായിട്ട് ഒരു വളരെ വ്യത്യാസമായിട്ട് ഞാനിത് ഇത്രയും നാളും ചെയ്യാത്ത ടൈപ്പ് ഒരു പോഡ്കാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് കരിയർ, അതേമാതിരി മണി, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്ക് മണി, അതേമാതിരി ലൈഫ്, ഇത് സംസാരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഏകദേശം എനിക്ക് 7 വർഷമായിട്ട് ഓരോരുത്തരും അറിയാം. സജിത, ജസീറ, നിഷ. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ചില ടൈമിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടല്ലോ. എസ്പെഷ്യലി ഞാൻ മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 6 വർഷത്തിന് മുകളിലായി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മണിനെ പറ്റിയിട്ട് പറയാനൊക്കെ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴെങ്കിൽ നമ്മുടെ ഓഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 85% മെന്നാണ്, 15% വുമൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കണത് സ്ത്രീകൾക്ക് അങ്ങോട്ട് പിടിക്കണമെന്നാണ്. അപ്പം നിങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടും. അതോടൊപ്പം പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നല്ലൊരു സ്ത്രീകൾ പൈസക്കാര്യത്തിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആവുന്ന ടൈപ്പാണ്. എൻ്റെ അമ്മയിലും അമ്മൂമ്മയിലും എൻ്റെ കസിൻസ് ആയാലും എല്ലാവരും പൈസക്കാര്യത്തിൽ അവർ ഇൻവോൾവ് ആണ്. അവർ ചിലപ്പോൾ ഹോം മേക്കർ ആവാം, അവർ എംപ്ലോയി ആവാം, എന്തായാലും പക്ഷേ അവർ ഇൻവോൾവ് ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പൈസക്കാര്യത്തിൽ സ്ത്രീകളെ പഠിപ്പിക്കണം അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ കണ്ടേക്കണവരെല്ലാവരും ഞാൻ അവരിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എൻ്റെ വിചാരം അവർ ഓൾറെഡി എംപവേർഡ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ ഒരിക്കലും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വുമൺ CEO, ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ള എഡിൽവേസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അതിൻ്റെ CEO ഉണ്ട്. അവർ രാധിക ഗുപ്ത എന്നാണ് അവരുടെ പേര്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയും നാളും ഞാനും അവർ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി, അവർ സ്ത്രീയാണെന്നുള്ള കാര്യം. അപ്പോൾ അവരിപ്പോൾ എന്നോട് പറഞ്ഞു ആസ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാൽ ആസ് എ വുമൺ നിങ്ങളുടെ അഡ്വൈസ് എന്താണ് കേരളത്തിലത്തെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകളെ ഞങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണെങ്കിൽ ഹോൾഡ് ചെയ്യണം, ലാൻഡ് ആണെങ്കിൽ ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ നമ്മൾക്ക് ആ റെസ്പെക്ട് നമുക്കുണ്ടാവില്ല അങ്ങോട്ടും. അപ്പോൾ അവർ ഞാൻ ഇവിടുത്തെ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് ഇവിടുത്തെ സ്ത്രീകളാരെ ഒന്നും പഠിപ്പിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധനം തന്നെ. പക്ഷേ എൻ്റെ ഇവിടുത്തെ മലയാളി സ്ത്രീകളോട് സംസാരിക്കുന്ന ടൈമിൽ അത്രയും പ്രൗഡ് ഫീലിംഗ് എനിക്ക് കാണുന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സൊക്കെയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ കുട്ടികളെയൊക്കെ നോക്കി ഇപ്പോൾ കരിയറൊന്നും ഇല്ലാണ്ട് അവരിപ്പോൾ വർത്താനം കേട്ടായിരിക്കും അത്ര വലിയ സക്സസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ പ്ലെയിനായിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആൾക്കാരാണെങ്കിലും സജിത ഹോം മേക്കർ എന്ന് പറയാം, ആൾ ബിസിനസ്സൊക്കെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ലാർജ്ലി നെയിംഡ് ആസ് ഹോം മേക്കർ. ജസീറ ആളൊരു LLB ഹോൾഡറാണ്, MBA ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻ വിട്ടിട്ട് ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ് വുമൺ ഉണ്ട്. നിഷ ഇപ്പോൾ മെട്രോയിൽ, കൊച്ചി മെട്രോയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എംപ്ലോയി സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എന്ന് വെച്ചാൽ മണി ടോക്സ് വിത്ത് നിഖിലല്ല, മണി ടോക്സ് വിത്ത് ഹോം മേക്കർ, ബിസിനസ് വുമൺ ആൻഡ് എംപ്ലോയി, അങ്ങനെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മണീനെ എങ്ങനെ കാണുന്നു, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഇതേമാതിരത്തെ ഒത്തിരി പോഡ്കാസ്റ്റുകൾ നമ്മുടെ. ഇപ്പോൾ പലരും പറയും ഈ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടൊരു എനിക്ക് വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു നിഖിൽ കമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്ലോക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഒരാളുണ്ട്. ആളിങ്ങനെ ആൾക്കാരായിട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും. ആളുടെ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. നമ്മൾ അത്രയും പോവില്ല. അത്രയും നമുക്ക് പോകാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ എന്നാലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ലൈഫാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. നമ്മൾ വലിയ പഠിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ലൈഫ് എന്താണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കേട്ടിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഈ എഫേർട്ട് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കൂടിയൊക്കെയാണ് പലതരത്തിൽ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടൊപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സജിത, ജസ്റ്റ് ഒന്ന് സജിതയുടെ ഏർലി ചൈൽഡ്ഹുഡ് എന്താണെന്ന്, പിന്നെ കല്യാണം കഴിച്ചിട്ട് എന്താണെന്നും ഇപ്പം എന്തൊക്കെയാണ് ചെയ്യണം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും നിങ്ങളെയൊക്കെ ആരാന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ സജിത തുടങ്ങി. ഞാൻ സജിത, നിഖിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഹോം മേക്കറാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തു.
പക്ഷെ അതെനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കുറച്ച് നാൾ എൻ്റെ ബ്രദറിലോയുടെ ഓഫീസിൽ വർക്ക് ചെയ്തു. അപ്പോഴെനിക്കും പൈസ ഉണ്ടാക്കണം എന്നല്ല, എൻ്റെ കാര്യം എൻ്റെ അമ്മ ചെയ്യണം കണ്ടിട്ട് അതെങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പേ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഞാൻ പോസ്റ്റൽ സേവിങ് ചേർന്നിരുന്നു അതിനു മുമ്പേ. ഞാനത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു 2-3 പോസ്റ്റൽ സേവിങ് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. വെരി ഗുഡ്. ഞാനങ്ങനെ സേവ് ചെയ്യാൻ എനിക്കിഷ്ടം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ മാസം മുതൽ സെബാസ്റ്റ്യൻ എനിക്ക് ശമ്പളം പോലെ തരുമായിരുന്നു. എൻ്റെ ലൈഫ്, എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പം അത് ആരുടെയും എനിക്ക് എന്ത് മേടിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു, ഞാനത് മേടിക്കും. ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യോ എന്ത് ചെയ്തു എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ വലുതായി വന്നപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയും, എന്നെ തന്നെ ഒരു ATM കാർഡ് എന്നാ വിളിക്കുക. കാര്യം പിള്ളേർക്ക് കൊടുക്കുന്ന പൈസയൊക്കെ പിള്ളേർ പേയ്മെന്റ് തീർക്കും. പിന്നെ എന്നോട് ചോദിക്കും, അമ്മ കുറച്ച് പൈസ ഫോർവേഡ് ചെയ്യേ എന്ന് പറയും. അപ്പൊ ഞാൻ എന്നെ ATM കാർഡ് എന്ന് വിളിക്കും. കാര്യം അവർക്കും കൊടുക്കുന്ന ശമ്പളം എനിക്കും കിട്ടുന്ന ശമ്പളം. പക്ഷെ എൻ്റെ ശമ്പളം എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ക്രേസ് ഉള്ള ആളല്ല. പക്ഷെ ഞാൻ ആവശ്യത്തിന് ചെയ്യുകയും ചെയ്യും. അപ്പം ദൂർത്ത് ചെയ്യാറില്ല. എനിക്ക് സജിതയ്ക്ക് ഷോപ്പിംഗ് ഇല്ലാന്ന് അറിഞ്ഞത് എനിക്കൊരു പുതിയ അറിവാണ്. ഷോപ്പിംഗ് ക്രേസ് ഇല്ലെന്ന്. പക്ഷെ ഞാൻ സേവ് ചെയ്യുന്ന ടൈപ്പാണ്. എനിക്ക് സേവ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിഖിലിന്റെ അടുത്തും സേവിങ്സ് തുടങ്ങിയിട്ടുണ്ട്, SIP പോലെ. അതെനിക്കൊരു എൻ്റെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് സേവിങ്സ്. വെരി ഗുഡ്. അപ്പോൾ സജിതയുടെ 2 പിള്ളേരാണ്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഒരാൾ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യും, ഒരാൾ ബിസിനസ്സിൽ ഹസ്ബൻഡോട് ബിസിനസ്സിൽ ജോയിൻ ചെയ്യും, ഒരാൾ യുഎസിൽ ഷീസ് ഓൾസോ വർക്കിംഗ്. ഇപ്പൊ വർക്ക് ചെയ്യുക. പഠിക്കാൻ പോയതാണ്, PG ചെയ്യാൻ പോയത്. അപ്പം ഫാഷൻ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അവൾക്കും അവളുടെ ഇതിൽ അവളുടേതായ ഒരു 18 വയസ്സായപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പൊ അവരുടേതായ അക്കൗണ്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു ആ പൈസ വെച്ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് അവര് വേസ്റ്റ് ചെയ്യില്ല എന്ന്. അപ്പൊ അവരും അവരുടേതായ രീതിയിൽ അവർക്കും ഇപ്പം ഞാൻ SIP തുടങ്ങിയപ്പോൾ അവർക്കും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമാണ് ഇപ്പം. അതുകൊണ്ട് മോക്ക് എടുത്തു കൊടുത്തു. മോനും ചെയ്യണം എന്ന് പറയുന്നുണ്ട്, ഹസ്ബൻഡും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊരു കാര്യം ചിലതിന് നല്ലൊരു ഇതായിട്ട് കാര്യം പോസ്റ്റൽ സേവിങ് കൃത്യം ആ പൈസ കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്. അപ്പം അത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മണി സേവിങ് എപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. അപ്പോൾ സജിതയുടെ ഇതാണ് ഇനി ജസ്റ്റ് ഞാനും ഇവർ 3 പേരായിട്ട് ഞങ്ങളൊരു ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ കൂടും. അപ്പോൾ സജിതനായിട്ട് ഞാൻ 7 വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സോ ഇതൊരു ഇപ്പം ഞങ്ങൾക്കൊരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോ കുറേ കാര്യങ്ങൾ പേഴ്സണലി ഒരു വിഷയം. അപ്പോൾ ഇനി ജസീറയുടെ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ജസീറയുടെ ഒരു ചൈൽഡ്ഹുഡും പിന്നെ എങ്ങനെ ബിസിനസ്സിലേക്ക് വന്നതൊക്കെ ഒന്ന് പറഞ്ഞു തുറന്നു. എറണാകുളത്ത് തന്നെയായിരുന്നു. എഡ്യൂക്കേഷൻ വൈസ് LLB MBA ആണ്. ഞാൻ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തു, ഒരു വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ സഫർ ചെയ്യുന്നുള്ളതുകൊണ്ട് അവരുടെ ആ ചെറുപ്പകാലത്ത് ഞാൻ ജോലി ചെയ്തില്ല. ഞാൻ കുട്ടികളെ നോക്കാനാണ് ഞാൻ അത് ഫോക്കസ് ചെയ്തു. പിന്നെ അവർ സ്വന്തമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും ഒരു പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചു. എനിക്ക് കാരണം ബിസിനസ് ചെയ്യണമെന്ന് വളരെ പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ഒട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, പക്ഷേ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന വേറെ ഇറ്റ് ഇസ് ടോട്ടൽ വേറൊരു സെനേറിയോ ആണല്ലോ. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ എടുത്ത് ചാടും, അവർക്കറിയില്ല വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് പിള്ളേർ എടുത്ത് ചാടും എന്ന് പറഞ്ഞ പോലെയായിരുന്നു എൻ്റെയും സിറ്റുവേഷൻ. നമുക്കിത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് വളരെ ഉത്സാഹത്തോടെ എടുത്ത് ചാടി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ വീഴ്ചകളൊന്നും വന്നില്ല, അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ 14 വർഷമായി ഈ ഒരു ബിസിനസ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് കോൺട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ 3 കുട്ടികളുണ്ട്. 2 പേര് ആർക്കിടെക്ട്സായി, മൂന്നാമത്തെ ആൾ ആർക്കിടെക്ചർ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓൺടർപ്രണർ ജേർണിയിൽ പല പാഠങ്ങളും ദിവസേന ഞങ്ങൾക്ക് ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ മണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നമുക്ക് ഈവൺ എവറി വീക്ക് റൺ ചെയ്യാനായിട്ട് വി നീഡ് മണി വേണം. അത് എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു
മാൻ ഓർ വുമൺ എന്നുള്ളതില്ല. ഒരു ബിസിനസ്സുകാർക്ക് എപ്പോഴും വേണ്ടത്, ഇപ്പം സജിത മാം പറഞ്ഞതുപോലെ തന്നെ, ഒരു ബാക്കപ്പ് എപ്പോഴും ഉണ്ടാവണം, പ്ലസ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം. പേ ഔട്ട്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഏതൊരു ഓണ്ടർപ്രണറും സഫർ ചെയ്യും, പ്രത്യേകിച്ച് SMEയിലുള്ള ആൾക്കാർ സഫർ ചെയ്യും. അപ്പം അത് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവും. എൻ്റെ ഈ പറഞ്ഞ പോലെ മണി ഗുരു എന്ന് പറയുന്നത് വോറൻ ബഫറ്റാണ്. ഞാൻ എൻ്റെ പിള്ളേരോട് ഞാൻ പറയുന്നത് അതാണ്, ജസ്റ്റ് ഡു വൺ തിങ്. നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ, ഒരു കമ്മോഡിറ്റി മേടിക്കുമ്പോൾ, ജസ്റ്റ് തിങ്ക് 3-4 ടൈംസ്, 3-4 തവണ ആലോചിച്ചിട്ട് എനിക്ക് വേണോ, എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് കൂടാതെ കഴിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. കൂടാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഡു ദാറ്റ്. അങ്ങനെ തന്നെ ചെയ്യുക. എപ്പോഴും ഒരു സേവിങ്സിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ദാറ്റ് ഇസ് ഐ തിങ്ക് വോറൻ ബഫറ്റിൻ്റെ ഒരു മോട്ടോ തന്നെ അത് തന്നെയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും കുട്ടികളോട് അത് തന്നെയാണ് പറയുക, സ്പെൻഡ് ലെസ് ആൻഡ് ഇൻവെസ്റ്റ് മോർ എന്നുള്ളതാണ് നമ്മൾ. കാരണം മണി ഈസ് ഓൾസോ, കാരണം ലൈഫിൽ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പം മണി മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമുക്ക് മണി മാനേജ്മെൻറ്റ് പഠിക്കാം. എൻ്റെ മെയ്ഡ്, ദ വേ ഷീ മാനേജസ് മണി, അവർ മാനേജ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റേ അവർ ഒന്ന് കേരളത്തിലെ സ്ത്രീകളിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ, അത് എല്ലാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും, താഴെക്കിടയിൽ നിന്നും മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ അതിനേക്കാൾ ഈ പറഞ്ഞ പോലെ മെയ്ഡ്, അവരുടെ അടുത്തുനിന്ന് അതിനേക്കാൾ മുകളിലുള്ളവരുന്ന് എല്ലായിടത്തുനിന്നും, ക്രീമി ലെയറുള്ള ഷീസ് ഓൾസോ ഇൻവെസ്റ്റിംഗ്. അപ്പൊ എല്ലായിടത്തുനിന്നും ഒരേപോലെ നമുക്ക് പഠിക്കാനുണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പാഠങ്ങൾ തന്നെയാണ്. ഗുഡ്. അപ്പോൾ ഈ ജസീറ, ശരിക്കും എനിക്ക് ജസീറയുടെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ, എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ ജസീറിനെ പരിചയപ്പെടുമ്പോൾ. അപ്പോൾ ജസീറിൻ്റെ 3 പിള്ളേരെ കണ്ടിട്ട് മോട്ടിവേഷൻ ആയിട്ടാണ് എനിക്ക് ലാസ്റ്റ് അത് കുറിച്ച്. അപ്പോൾ ഞാൻ അത് ജസീറയ്ക്ക് ഒരു പ്രയാസവും കണ്ടിട്ടില്ല, ഇതെല്ലാം മാനേജ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളൊക്കെ സോഷ്യൽ ലൈഫിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാം, ജസീറയ്ക്ക് ഇതെല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ. അല്ല, പലരും പറയാറുണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പല ലേഡീസും വന്ന് പറയും. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമ്മളൊരു ഭാരമായിട്ട് എടുത്താൽ, എന്ത് ജോലിയും ഭാരമായിട്ട് എടുത്താൽ അത് വലിയ ഭാരമാണ്. നമ്മൾ കുട്ടികൾ നമ്മളുടെ, ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മളത് വേറൊരാളെ ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമുക്കുള്ളത്. അപ്പം നമ്മൾ അത് സന്തോഷമായിട്ട് ചെയ്യുക. വർക്ക് നമുക്ക് വേണം, ബിസിനസ് നമുക്ക് വേണം, അതും നമ്മൾ എൻജോയ് ചെയ്യുക. അതും ഓരോ കാര്യങ്ങൾ, അതിലുള്ള സ്ട്രഗിൾസ്, അതിലുള്ള എല്ലാം ലേണിംഗ് ആയിട്ട് എടുക്കുക. നമുക്ക് ഇന്ന് ചിലപ്പോൾ ഒരു പ്രശ്നം വരുമായിരിക്കും, അതിൽ നിന്ന് നാളെ ആ മിസ്റ്റേക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ലപോലെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഹോം മേക്കറുടെ അടുത്തും ബിസിനസ് വുമൻ്റെ അടുത്തും നമ്മൾ പറഞ്ഞു. ഇനി ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിലാണെങ്കിൽ ഞാൻ നിഷയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ്, ഹൗ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് വർക്ക് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ദെൻ വി ക്യാൻ മൂവ് ഓൺ. ചൈൽഡ്ഹുഡ് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നിന്നിട്ടുണ്ട്. അപ്പം ഇനീഷ്യലി തന്നെ വെൻ ഐ വാസ് യങ്, സ്കൂളിംഗ് ടൈമിൽ തന്നെ എനിക്ക് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാരൻസിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എന്തെങ്കിലും, അപ്പം കുഞ്ഞിലെ തന്നെ ഞാനിപ്പം ട്യൂഷൻസ് ഒക്കെ എടുക്കുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോബ് കിട്ടണം, അപ്പം അതിനുള്ള ആ ഒരു എഡ്യൂക്കേഷനോട് ഉള്ള ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക്. ലൈക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ആ ഒരിത്. അപ്പം MBA ഞാൻ ചെയ്തത് ഇവിടെ അമൃതയിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ജോബ് കിട്ടി. ജോബ് കിട്ടിയപ്പോൾ തന്നെ മണി ആസ് സച്ച്, എനിക്ക് ആ പെർസെപ്ഷൻ അബൌട്ട് മണി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആയിരുന്നു കൂടുതലും. അപ്പം എനിക്ക് കിട്ടിയ സാലറി വെച്ചിട്ട് ഞാൻ സേവിങ്സും നോക്കുമായിരുന്നു. കുഞ്ഞിലെ മുതലേ സേവിങ്സും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ബിക്കോസ് സേവിങ്സിലേക്ക് പോകണം, കൂടുതൽ സ്പെൻഡിങ് ചെയ്യരുതെന്നുള്ളത്. അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് കുട്ടിക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ആ മണിയുടെ പെർസെപ്ഷൻ became security actually. അപ്പം അത് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് അത് സെക്യൂരിറ്റിയിലേക്ക് മാറി. ഇപ്പം മോനായാലും മോന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. അപ്പം ആ ഒരു മണിയുടെ ആ പെർസെപ്ഷൻ നമ്മൾ പറയത്തില്ലേ, ഇപ്പം മാസ്ലോസ് ലോ ഓഫ് ഹൈറാർക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മണി എന്ന് പറയുന്ന സംഭവത്തിനോടുള്ള ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ആയി. ഇപ്പം കൂടുതലും ഇൻഡിപെൻഡൻസ് അല്ലാതെ സെക്യൂരിറ്റി വൈസ്. പിന്നെ മാരീഡ് ലൈഫിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളി ഇപ്പം ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിലാണ്. അപ്പം കൂടുതലും ഇപ്പം മണി റിലേറ്റഡ് മാറ്റേഴ്സിൽ ഞാൻ പുള്ളിയുടെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് ബിക്കോസ് ഞാൻ കണ്ടീഷൻഡ് ആണ് അതർവൈസ്,
അല്ലാതെ തന്നെ ബിക്കോസ് ഐ തിങ്ക് ഹി മസ്റ്റ് ബി നോയിങ് ബെറ്റർ ദാൻ മീ ഓക്കെ ബിക്കോസ് ആ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് അപ്പം കൂടുതലും സേവിങ്സിന്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെ മുകളിലാണ് ഡിപ്പെൻഡൻറ്റ് ലൈക്ക് ഹി ഓൺലി ടെൽസ് അസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് അപ്പം അങ്ങനെയാണ് അപ്പം ഇവൻ മൈ കസിൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയണ എപ്പോഴും സ്പെഷ്യലി ഗേൾസിൻ്റെ അടുത്ത് ഞാൻ പറയണത് എന്താണെങ്കിലും പഠിത്തം ഫിനിഷ് ചെയ്യണം ലൈക്ക് ഇപ്പോൾ ഗ്രാജുവേഷൻ ആണെങ്കിലും ഇൻഫാക്ട് ഐ സ്ട്രെസ് ഓൺ പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും നിങ്ങൾ ഫിനിഷ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക ബിക്കോസ് നമ്മളെപ്പോഴും ഇപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായ ജോലി വേണം, ഇൻഡിപെൻഡൻസ് വേണം. ഓക്കെ അതാണ് എൻ്റെ പെർസ്പെക്റ്റീവ് അബൌട്ട് ലൈഫ് ആൻഡ് മൈ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഇതിൽ ശരിക്കും പറഞ്ഞില്ലേ, ഇത് നമുക്ക് പലപ്പോഴും ലൈഫ് ഇങ്ങനെ നടക്കും, പിന്നെ ഓരോ സിറ്റുവേഷനിലെത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ വാട്ട് ഈസ് നമ്മൾ കുറച്ച് കരിയറും മണീനെ പറ്റിയിട്ട് നമ്മൾ കൂട്ടി പറയണം. സോ വാട്ട് ഈസ് റിയലി കരിയർ ഫോർ യു ആൻഡ് വാട്ട് ഈസ് റിയലി മണി ഫോർ യു എന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ സാധ്യത ഞാൻ എന്താണ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് മണി മണി ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു മണി മാനേജ്മെന്റ് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ജീവിതത്തിലെ കാര്യം. എല്ലാ കാര്യത്തിനും പൈസ വേണമല്ലോ, പൈസ ഇല്ലാണ്ട് കാര്യം നടക്കത്തില്ല. അപ്പൊ മണി മാനേജ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സ്ഥിതിയാണോന്ന് അറിയില്ല. ഞാൻ എൻ്റെ അമ്മ വളരെ വളരെ നന്നായിട്ട് മണി മാനേജ് ചെയ്താൽ പഠിച്ചിരുന്ന കാര്യം. എൻ്റെ അപ്പൻ എനിക്ക് തോന്നുന്നു സാലറി അമ്മേനെ ഏൽപ്പിച്ചിട്ട് അപ്പൻ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പം വളരെ ഞാനിപ്പോൾ ഓർക്കും മമ്മി എങ്ങനെ അത് മാനേജ് ചെയ്തിരുന്നു എന്ന്. കാര്യം ഞങ്ങൾ 5 പിള്ളേരായിരുന്നു, വീട്ടിൽ ഗസ്റ്റിൻ്റെ കളിയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ ഒരാഗ്രഹത്തിനും നോ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇതെങ്ങനെ മാനേജ് ചെയ്തു. ഇപ്പം നമുക്ക് ആകെപ്പാടെ 2 പിള്ളേര്, അതിലും കുറച്ചും കൂടെ നല്ല സ്ഥിതി. പക്ഷെ സ്റ്റിൽ നമ്മൾ അയ്യോ അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നു. അതൊരു വലിയൊരു അത്ഭുതമായിട്ട് അന്നത്തെ ലേഡീസിനെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും മണി സേവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യകാലത്ത് ഞാൻ ഓഫീസിൽ പോയിരുന്നു. ഓഫീസിൽ പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലെത്താൻ പറ്റുന്നുള്ളൂ. അപ്പം അതൊരു ചെറിയ പ്രോബ്ലം വന്നു. സെർവൻസ് പ്രോബ്ലം അല്ല, സെർവൻസിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പിള്ളേര് കുറച്ച് പ്രോബ്ലം ആയി എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് പെട്ടെന്ന് നിർത്തിക്കളയുക ചെയ്ത് എൻ്റെ ജോലി. അപ്പം ഞാൻ വീട്ടിലായി. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പിള്ളേർ കുറച്ച് വലുതായി കഴിഞ്ഞപ്പം എനിക്കൊരു വിഷമം, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ ബിസിനസ് ഔട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഹസ്ബൻഡ് ഓൾവേസ് ബിസി. അപ്പം എനിക്കങ്ങനെ ഒരു 4 മണി കഴിഞ്ഞിട്ടൊന്നും വിട്ടു പോകാൻ പറ്റില്ല. കാര്യം ടൂ മച്ച് സ്ട്രെസ്സും എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഞാൻ ടോസ് മാസ്റ്ററെ ഒന്ന് ചേർന്നത്. എൻ്റെ ഒരു ഐഡന്റിറ്റി വീണ്ടെടുക്കലായിരുന്നു അത്. നമ്മളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റും കൊണ്ടുവന്നു. അപ്പൊ അതെനിക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാരെയും പരിചയപ്പെട്ട് എത്രയോ പരിചയപ്പെട്ടെന്ന് സോഷ്യലൈസ് ചെയ്യാനും പറ്റുന്ന. അല്ല ഈവൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഈ ഒരു കാര്യത്തിൽ എനിക്ക് പൈസ കാര്യം അറിയാനോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്കുള്ളൊരു കാര്യമുണ്ട്. കാരണം കരിയറൊക്കെ തുടങ്ങി ഒരു ടൈമിൽ പിള്ളേരൊക്കെ വരുമ്പോൾ ഈവൻ ഇന്ന് എനിക്ക് ഇവിടെ കാലത്ത് വരാൻ ടൈമിൽ ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് എത്തിയത് വീട്ടിൽ ഓരോ കാര്യം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് വരണേക്കാളും മുന്നേ 8 മണിക്ക് ഇറങ്ങണേക്കാളും മുന്നേ സാധാരണ മോൻ എനിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അവൻ എനിറ്റു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ടാറ്റ പറയാം. എനിക്ക് ആ ടാറ്റ പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമായി. കാരണം എന്ന് വെച്ചാൽ ഈ പഹയന് കളിക്കണമെന്നുണ്ട് എന്നാൽ മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് വളരെ അപൂർവം ഫീൽ ചെയ്യണ ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡെയിലി ഫീൽ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസിഷൻ. ഇത് വലിയൊരു ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ഒന്ന് മാറ്റി വെച്ചിട്ട് കരിയറിലേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വാട്ട് ഈസ് മണി ആൻഡ് മണി മാനേജ്മെന്റ് ഫോർ യു എന്നുള്ള രീതിയിൽ ജസീറയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ആസ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഐ എം നോട്ട്, ഞാനിപ്പോൾ അതിനൊരു സ്ത്രീ പുരുഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിലാണെങ്കിലും ഒരു സംരംഭക അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്ന നിലയിലാണെങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. എസ്പെഷ്യലി SME ബിസിനസ് ഓണേഴ്സിന് അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ എൻ്റെ കേസിലാണ് എനിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഞാൻ തന്നെയാണ്. ഹസ്ബൻഡ് ഹസ് ഗിവൺ മീ ദ ഫ്രീഡം. കാരണം അദ്ദേഹം ഈസ് എ ക്രിയേറ്റീവ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ആള് ശ്രദ്ധിക്കാറില്ല. ഫുൾ മണി മാനേജ്മെന്റ് ഹസ്ബൻഡും വൈഫ് ഒരുമിച്ചാണ് ബിസിനസ് ഞങ്ങൾ രണ്ടുപേരും business അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരോടും പറഞ്ഞു ഭാര്യ ഭർത്താവ് കൂടി എങ്ങനെ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്. എല്ലാ ഭാര്യയും ഭർത്താവിനെയും പോലെ അടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മളത് ആ രീതിയിൽ തന്നെ സോൾവ് ചെയ്യും. പിന്നെ ബിസിനസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈസ് ഇൻ ടു ദ ക്രിയേറ്റീവ് സൈഡാണ്, ടെക്നിക്കൽ സൈഡാണ്. ഞാൻ ഇൻ ടു ദ പബ്ലിക് റിലേഷൻസ്, കസ്റ്റമർ കെയർ, ലേബർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. കുറച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കാറുണ്ട് തിരിച്ചല്ലേ വേണ്ടത്. പക്ഷെ അല്ല, ഇത് മോർ ചാലഞ്ച്. അതെ അതെ. അപ്പം ഞാൻ ഇതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള ഈ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്നൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരെ തന്നെയാണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ട് തരത്തിൽ പോകുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്ലാഷ് ഇല്ല. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കാര്യം നോക്കുന്നു, മണി മാനേജ്മെന്റ് എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിലപ്പം അതൊരു സ്ട്രെസ് ആവാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുറേ വർഷങ്ങളായതുകൊണ്ട് ഇപ്പം നമുക്കറിയാം അതെങ്ങനെ രീതിയിൽ പോകണം എന്നുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേ ഔട്ട്സ് ഒക്കെ എപ്പോഴും നമ്മൾ സ്റ്റഡി ആയിട്ട് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് എല്ലാവരും, ഞാനല്ല എല്ലാ ആൾക്കാരും ഒന്നുകിൽ ഒരു എക്സ്പാൻഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സ്കെയിലപ്പ് ചെയ്യുന്നതിൽ ബ്രാൻഡിങ്, സെയിൽസ് ആൻഡ് ബ്രാൻഡിങ്, ഇതിലൊക്കെ ആയിരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിഖിലിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളെയൊക്കെ. കാരണം എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഒരു ബിസിനസ് ഓണർ ഒരു ഇഫക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. ബിസിനസ്സുകാരുടെ ഫോക്കസ് എപ്പോഴും ഇതായിരിക്കുവേ, അങ്ങനെയൊക്കെ ആയിരിക്കും പൈസ. ബിസിനസ്സിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജസീറയുടെ ഫാമിലിയിൽ ബിസിനസ്സും പേഴ്സണൽ മണിയും കൂടി മാനേജ് ചെയ്യണത്? ഇത് രണ്ടും ഒന്നാണോ, അത് രണ്ടാണോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് ഒന്നെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഞാൻ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ബഹുഭൂരിഭാഗവും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടുന്നതിൽ നിന്ന് ഒരിക്കലും ഒരു പേഴ്സണൽ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ എടുക്കാറില്ല. അതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ ഞങ്ങൾ സാലറി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇഫ് അറ്റ് ഓൾ ഞാൻ എന്തെങ്കിലും ഇപ്പുറത്തൊരു ഷോട്ട് വന്ന് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഐ കീപ് ഇറ്റ് ആസ് എ ലോൺ ഫ്രം ദ ബിസിനസ്. തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കുന്ന രീതിയിലേക്ക് ഡിസിപ്ലിൻ കറക്റ്റ് ആയിട്ട് പോണം. എനിക്കും സാലറി ഉണ്ട്. പരമാവധി അത് സാലറി ഉള്ളത് അത് നമുക്ക് പിന്നെ സാലറീഡ് വുമനാണ് ഞാൻ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ പോക്കറ്റ്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് പോക്കറ്റ് മണി എന്ന് പറയുന്ന സാധനം പോക്കറ്റ് മണി അല്ല, ഇത് സാലറി ആയിട്ട് തന്നെ അതൊരു തരുന്നുണ്ട് കൃത്യമായി. കാരണം എല്ലാവരും വിചാരിക്കുന്നത് പോലെ ചില ആൾക്കാരെ കൊണ്ട് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവുള്ളൂ എന്ന്. തീർച്ചയായിട്ടും അല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ അതാണ് സക്സസ്. അല്ല നമ്മളിപ്പോൾ ഒരു CEO ആയതുകൊണ്ടല്ല സക്സസ്ഫുൾ ആവെന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ സക്സസ് അവരൊരു എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്നത് പോലെ ആ നിലയിൽ എത്തുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷം വരുന്നത്. ഷീ ഈസ് എ സക്സസ്ഫുൾ പേഴ്സൺ. ഞാൻ പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഈസ് സക്സസ്, നോട്ട് ഇൻ ടേംസ് ഓഫ് മണി ഓർ പൊസിഷൻ. അല്ല, ഇവൻ ചില ടൈമിൽ ബിസിനസ്സിലൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ അത്ര ഇല്ല, പക്ഷേ നമ്മൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യണ്ടാവും, വൈഫ് വീട്ടിലിരുന്നിട്ട് കുട്ടികളെ നോക്കിയായിരിക്കും. അപ്പോൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈക്വലി റൈറ്റ് ഉണ്ട് ആ ബിസിനസ്സിൽ. കാരണം ചിലപ്പോൾ ഇയാൾക്ക് പുറത്ത് പോകാൻ പറ്റണത് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എനിക്കിവിടെ വന്നിരുന്ന് വർത്തമാനം പറയാൻ പറ്റണതിൻ്റെ കാര്യം വെച്ചാൽ അവിടെ ആളുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ ചില ടൈമിൽ നമ്മളത് പ്രിവിലേജ് ആയിട്ട് എടുക്കും. അപ്പം അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഗോള് നമ്മുടെ സ്പൗസിൻ്റെ ഗോൾ എൻ്റെ ഗോളുമായിട്ട് മാറുന്ന സമയത്ത് ഇറ്റ്സ് ഈക്വലി സക്സസ്ഫുൾ ചില ടൈമിൽ. അത് എല്ലാവർക്കും ആവണമെന്നില്ല, പറയാൻ രസമാണ്, പക്ഷേ ആ കെമിസ്ട്രി അവർ തമ്മിൽ അവരുടെ വീട്ടിലുണ്ടെങ്കിൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഓക്കെ, അപ്പോൾ നിഷയുടെ വാട്ട് ഈസ് അക്കോർഡിംഗ് ടു യു മണി ആൻഡ് പൈസ മാനേജ്മെന്റ്? ഡബിൾ ഇൻകം ഹൗസ് ഹോൾഡ് ആയതുകൊണ്ട് എപ്പോഴും ആ ഒരു ക്ലാഷ് വരാറുണ്ട്. എക്സ്പെൻസ് വരുമ്പോഴത്തേക്ക് നിന്റെ പൈസ എന്റെ പൈസ അതെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ
എപ്പോഴും ഉള്ള ക്ലാഷ് ആണ്. പക്ഷെ ഞങ്ങൾ മാനേജ് ചെയ്യും. ലൈക്ക് എന്താ ഈക്വലി ഷെയർ ഇട്ടിട്ട് ഇപ്പൊ ഒരു കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം വീട് മേടിച്ചതിന് തന്നെ അപ്പം രണ്ടുപേരും കൂടി കോൺട്രിബ്യൂട്ട്. പക്ഷെ ഇനീഷ്യലി മാരീഡ് ടൈമിൽ ഇനീഷ്യലി ആ ഇഷ്യൂ വന്നായിരുന്നു. ലൈക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ ഞാൻ എന്തിനാ സ്പെൻഡ് ചെയ്യാ, നീ സ്പെൻഡ് ചെയ്യും, നിനക്കും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മെച്യൂറായി വരുമ്പോഴത്തേക്ക് അത് സോർട്ട് ഔട്ട് ആയി എന്നാണ് തോന്നുന്നത്. അല്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് കിടക്കണം? കാരണം ഞാനൊരിക്കൽ ഒരു ഓസ്ട്രേലിയൻ കപ്പിളിനെ മീറ്റ് ചെയ്ത ടൈമിൽ അവരെന്നോട് പറഞ്ഞൊരു കണ്ടത് വെരി ഫോമൽ. രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സോറി, രണ്ടുപേരും വർക്കിംഗ് വുമണാണ്. വർക്കിംഗ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ രണ്ടുപേർക്ക് ശമ്പളം കിട്ടും. ആൻഡ് അവർ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ദേ ഹാവ് എ ജോയിൻ്റ് അക്കൗണ്ട്. അപ്പോൾ അവർ ഒരു പൈസ ഒരു ജോയിൻ്റ് അക്കൗണ്ടിലിടും. ആ ജോയിൻ്റ് അക്കൗണ്ടിൽ തന്നെ വീടിൻ്റെ മൊത്തം ചിലവും വീടിൻ്റെ കാര്യത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് അവരുടെ അക്കൗണ്ട് അവർ മാനേജ് ചെയ്യും. അതിൽ നോ ക്വസ്റ്റ്യൻസ് ഈച്ച് അതർ. അതൊരു നല്ല ഐഡിയ കേട്ടാ. ന്യൂജനിൽ ഈ പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. ന്യൂജനിൽ ബോത്ത് ആർ വർക്കിംഗ്. അപ്പം നിനക്ക് സ്പെൻഡ് ചെയ്തോടെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ട അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ അല്ലേ? വളരെ സ്നേഹത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, നോ ഇഷ്യൂസ്. പക്ഷേ എവിടെയാണ് ആ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഈ സാധനങ്ങളെല്ലാവരും പെട്ടുപോകണത്. ഇപ്പം ഈവൻ ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ മെച്യൂർഡ് ആയി എന്നുള്ള ഒരു സിറ്റുവേഷൻ. കാരണം ഇനീഷ്യൽ ടൈമിൽ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ യു റീച്ച്ഡ് എ മെച്യൂർ സ്റ്റേജ് അല്ലേ? എന്ന് പറയാം. അത് വീട്ടിൽ വന്നിട്ട് പറയാം. അങ്ങനെയല്ല, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹസ്ബൻഡിനെയാണ്. അപ്പം നമുക്ക് ഹസ്ബൻഡ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതേസമയം ഇപ്പോഴത്തെ പിള്ളേർക്ക് രണ്ടുപേരും വർക്കിംഗ് ആകുമ്പം നിനക്കുണ്ടല്ലോ, യു ക്യാൻ സ്പെൻഡ് യോഴ്സ് നമ്മളുടെ. അപ്പം അവർ തരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിപ്പോഴത്തെ പിള്ളേർക്കില്ല. ശരിയാ, മാം പറഞ്ഞ ശരിയാ. കാരണം പിള്ളേർ ഗേൾസിനാണെങ്കിലും ഭയങ്കര ഈഗോ ആണ്. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് എനിക്ക് പൈസ ഉണ്ടല്ലോ, ഞാൻ വൈ ഷുഡ് ഐ ഗെറ്റ് ഫ്രം ഹിം എന്നുള്ള. ഇറ്റ്സ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. റിലേഷൻഷിപ്പിൽ എല്ലാം പാർട്ട്ണർഷിപ്പ് ആണ് എന്ന് അവർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നില്ല. ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. കാര്യം വെച്ചാൽ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നു, നിന്റെ പൈസ നീ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു ജോയിന്റ് വെഞ്ചർ അവിടെ വരുന്നില്ല. കുറച്ച് ഒരു ഡിസ്പ്യൂട്ട് അതിനകത്ത് വരുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ കേസിൽ പറഞ്ഞ പോലെ യുവർ മണി മൈ മണി അല്ല, ഓൾ ഈസ് യുവർ മണി ഈസ് മൈ മണി എന്നാണ്. അല്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയാ, യുവർ മണി ഈസ് അവർ മണി. ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങളൊക്കെ പോയിരുന്നത്. കൂടുതൽ സ്പെൻഡിങ് ഇപ്പൊ പുള്ളിയാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ചു അപ്പം കംഫർട്ടബിൾ ആയി, ഇപ്പം പീസിലാണ്. എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം, ഹസ്ബൻഡിന്റെ മൊത്തം പൈസ ഭാര്യനെ ഏൽപ്പിക്കണം, ഭാര്യയുടെ മൊത്തം പൈസ. അങ്ങനെയല്ല, ഹസ്ബൻഡിന്റെ പൈസ ഇൻവെസ്റ്റ്മെന്റിന് എടുക്കുക. അങ്ങനെ കുറെ പേരും ചെയ്യും. ഹസ്ബൻഡ് പൈസ ഇൻവെസ്റ്റ്മെന്റിനും ലൈഫ് മൂവ് ചെയ്യാനായിട്ട് വൈഫിന്റെ പൈസ ആകുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നന്നായിട്ട് നടക്കും. അത് കാരണം വെച്ചാൽ പലപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ അത് ബിറ്റ്വീൻ ദം ഹൗ ദേ ഡിസൈഡ് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം അവനവന് കംഫർട്ട്. ഇപ്പൊ ചില ടൈമിൽ ഞാനിപ്പോൾ സജിത് നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, സാലറി എന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ ശരിക്കും പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ സാലറി പോലെ തന്നെ കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസയിൽ ഇവർക്കൊരു പ്ലാൻ ഉണ്ടാവണം, ഇൻവെസ്റ്റ്മെന്റിന് ഒരു പ്ലാൻ ഉണ്ടാവണം, സേവിങ്സിന് ഒരു പ്ലാൻ ഉണ്ടാവണം, സ്പെൻഡിങ്സിന് ഒരു പ്ലാൻ ഉണ്ടാവണം. അപ്പൊ അത് ഭയങ്കര അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും പൈസ മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യും. അതോടൊപ്പം നമുക്കും ഒത്തിരി വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റും ഈ ഒരു കേസിൽ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ ചോദിക്കണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെൻഡിങ്സ് ഒരു ആസ് എ ഫാമിലി ആസ് എ ഹോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഫാമിലി ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നടത്താറ് സജിതയുടെ? ഞങ്ങള് വീട്ടില് ആക്ച്വലി എന്റെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സേവിങ്സാണ്. ഡിപ്പോസിൽ സേവിങ്, SIP, അത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ സേവ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിൽ മൊത്തം കിട്ടുമ്പോൾ എനിക്ക് എൻ്റെതായ പല ആഗ്രഹങ്ങളും ഞാൻ നേടിയെടുക്കും. വീട്ടിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ തന്നെ ചെയ്യണം, ബിഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. പക്ഷെ ഞങ്ങളത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത്, ഈവൻ പിള്ളേരോട് പോലും ഞങ്ങൾ പറയും നമ്മളിങ്ങനെ ചെയ്താലോ, അങ്ങനെ നമുക്കതൊരു മേടിച്ചാലോ. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ, ഹെൽത്തി ഡിസ്കഷൻ എപ്പോഴും ഉണ്ടാവും. ഡിസിഷൻ നാച്ചുറലി എൻഡ് ഡിസിഷൻ വിൽ ബി ഹിസ്. പക്ഷേ എന്നാലും ഒരു ഹെൽത്തി ഡിസ്കഷൻ അവിടെ ഉണ്ട്. എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരാളെ എടുക്കണമെങ്കിൽ ഇന്നാൾ ഇത്രയും ഇങ്ങനത്തെ എഡ്യൂക്കേഷനുള്ള ആളെയാണോ നമ്മൾ എടുക്കുന്നത്, മറ്റേ ആൾ. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞു എല്ലാ ഇൻഫർമേഷനും, സെബാസ്റ്റിന് എല്ലാ ബിസിനസ് ഇൻഫർമേഷനും എനിക്കുണ്ട്. ഞങ്ങൾ രാത്രി അത് ഡിസ്കസ് ചെയ്യാറുണ്ട്, എങ്ങനെ ചെയ്യണം, ഓഫീസിൽ എന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാം എനിക്കറിയാം, ഈച്ച് ആൻഡ് എവറിത്തിങ്. അതുപോലെ തന്നെ ഒരാളെ എടുക്കുമ്പോഴും ഒരാളെ വിടുമ്പോഴും
ആരൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെ വർക്ക് ചെയ്യുന്നില്ല, ആരൊക്കെ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും എനിക്കുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ നാച്ചുറലി ഞങ്ങളൊരു ഹെൽത്തി ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഓക്കെ സാധനം എല്ലാം ചെയ്യാറ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഇന്ന കാര്യത്തിലാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത്? അങ്ങനെ സ്പെഷ്യലായിട്ട് മാറ്റി വെക്കുന്നില്ല. ബിസിനസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി വെക്കലൊന്നും നടക്കത്തില്ല. കാര്യം എപ്പോഴാണ് എന്താണ് ആവശ്യം വരുന്നതെന്ന് ബിസിനസ്സിൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ കുട്ടിയെ ഇത്രയും ഇങ്ങനെ പഠിപ്പിക്കണോ, ഈ കുട്ടിയെ ഇവിടെ ഏത് കോളേജിൽ ചേർക്കണം, ഇതിപ്പോൾ പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ എന്താണ് വേൾഡ് കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് തീരുമാനിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ലേഡീസാണ് കുറച്ചും കൂടെ ഇനീഷ്യേറ്റീവ് എടുക്കാറ്. ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് കോളേജിൽ ചേർക്കണം, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോകാൻ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് മനസ്സിലാക്കാൻ. അപ്പൊ അവരും കൂടെ പറയും. എനിക്ക് എൻ്റെ 2 പിള്ളേരും പറയുമായിരുന്നു. ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റ്, കുഞ്ഞിലെ മുതൽ അതിന് ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നു. ഒരു വീട്ടിലൊരു പാർട്ടി വന്നാൽ അവൻ ആ ആൾക്കാരുടെ കൂടെ നടന്ന് അതെങ്ങനെ ചെയ്യണം ഇതെല്ലാം അവൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ ഞങ്ങൾ കമ്പൽ ചെയ്തിട്ടുള്ള ഒന്നിലും. മോളാണെങ്കിൽ ഫാഷൻ ഡിസൈനർ ആവണം ചെറുപ്പം മുതലേ കാണിക്കുമായിരുന്നു. ഞാൻ ആർക്കിടെക്ചറിനൊക്കെ വിടാനായിട്ട് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവൾ പറഞ്ഞു, അമ്മ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഓൺലി. അപ്പം അവരുടെ ഇഷ്ടത്തിന്. അപ്പം ഏത് കോളേജിൽ പഠിക്കണമെന്ന് അവർ പറഞ്ഞു. ആ പ്രിഫറൻസ് അവർ പറയുമ്പോൾ നമ്മളും അത് നോക്കിയിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞു വിട്ട്. ഗുഡ്. അപ്പോൾ ഇവിടെ ജസീറുടെയൊക്കെ ഒരു സിറ്റുവേഷനിൽ എന്താണ് വാട്ട് ഈസ് സേവിങ്സ് അല്ലെങ്കിൽ സ്പെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം കുട്ടികളൊക്കെ വലുതായി. ആ സമയത്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഹസ്ബൻഡാണ് ഈ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. കാരണം അവർക്ക് തന്നെയാണ് ഫിക്സ്ഡ് അസെറ്റ്സ് എന്നുള്ള നിലയ്ക്കും പ്രോപ്പർട്ടീസ് അതൊക്കെ ഉള്ളത്. ഞാനെപ്പോഴും ആ ഒരു ലിക്വിഡ് ഒരു ഇതെന്നുള്ള നിലയ്ക്കാണ് ഞാൻ, കാരണം ബിസിനസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ആ രീതിയിലാണ് നോക്കിയിരുന്നത്. അപ്പം അത്തരം ഡിസിഷൻസ് ഒക്കെ പുള്ളി ആ ഫിക്സ്ഡ് അസെറ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഡിസിഷൻ എടുത്തിരുന്നതും എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ആ സമയത്തൊക്കെ നമ്മൾ പിള്ളേരുടെ എഡ്യൂക്കേഷനിലാണല്ലോ നമ്മൾ ഫുള്ള് ഫോക്കസ് കൊടുക്കുക, നമ്മളുടെ മണി ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം. അപ്പം എന്ത് പഠിക്കണം എന്നുള്ളത് അവരെ ഇഷ്ടമാണ്. എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഫൈനൽ ഡിസിഷൻ ഇതെല്ലാം ഹസ്ബൻഡ് തന്നെ ആണ് എടുത്തിരുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അത് ഓരോ പൈസയും എവിടെ ചെലവാക്കണം എന്നുള്ളതിനൊന്നും പുള്ളി അങ്ങനെ വലിയ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഞാൻ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ കാര്യം, കുട്ടികളുടെ ഇതിൻ്റെ കാര്യവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാറ് മേടിക്കുന്ന, അതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. അപ്പം എനിക്ക് എൻ്റെ പരിമിതമായിട്ടുള്ള നമ്മൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഓരോരുത്തരുടെ ഫോട്ടോ ഉണ്ടാവും, ഓരോരുത്തരുടെ കഴിവുകൾ ഓരോന്നിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹി ഹാസ് മോർ വിസ്റ്റം. അപ്പം അതിൽ അദ്ദേഹത്തിന് ഞാൻ വിട്ടു. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഫണ്ട് എങ്ങനെ വരണം, കാരണം ഓരോ ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും ഏത് ലെവൽ മാർക്കറ്റിംഗ്, എങ്ങനെ ഏതായിരിക്കും നമ്മുടെ ഒരു സെഗ്മെന്റ്, എങ്ങനെ രീതിയിൽ എവിടെ നിന്നാണിക്കും നമുക്ക് സോഴ്സസ്, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്. ഇപ്പം ഞാൻ കുട്ടികളോട് അതെല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ ഒരു ഡിസിഷനിലേക്കാണ്. പിള്ളേരാണെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, പക്ഷേ ഫൈനലി കംസ് ടു മീ. ഞാൻ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് SIP, കാരണം ദിസ് ഇസ് റൈറ്റ് ടൈം. കാരണം കുട്ടികളാണല്ലോ, അവർക്ക് ഇപ്പോൾ റവന്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻകം സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ ദുബായിലാണ്, ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത്. തുടങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, കാര്യം അതിന്റെ ഒരു ഗുണം ഞാൻ കാണിച്ചു. ഞാൻ കുറച്ച് പൈസ വിഡ്രോ ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഇത് യങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണല്ലോ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെ, ഇപ്പൊ നിഖിൽ പറഞ്ഞിട്ട് ഏത് എമൗണ്ട് വേണമെങ്കിലും SIP എത്ര എമൗണ്ട് വേണമെങ്കിലും ഇടാന്ന്. അത് മന്ത്ലി പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, വലിയ ബുദ്ധിമുട്ടില്ല. അതൊരു റെസ്റ്റോറന്റിൽ കൊടുക്കുന്ന കാശേ വരുന്നുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. എന്റെ സർവൻസിനോട് ഞാൻ അന്നൊക്കെ പണ്ടൊക്കെ പോസ്റ്റൽ സേവിങ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരും 5 years എന്ന് പറയുമ്പം അവര് മടി കാണിക്കും. അവര് നിൽക്കുവോ, അവർക്ക് അറിയത്തില്ല. കാര്യം അന്നുള്ള പൈസ അവര് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയും കുറച്ച് പൈസ നിങ്ങൾ സേവ് ചെയ്യുക, അല്ലെ എൻ്റെ കയ്യിലെങ്കിലും കുറച്ച് പൈസ നിങ്ങൾ സേവ്. 2000 രൂപ 5000 രൂപയൊക്കെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. 500 രൂപ ചെയ്യാൻ പറ്റും. ചിട്ടി, പക്ഷെ ഈ കുടുംബശ്രീ അങ്ങനെയൊക്കെ അവര് മേടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കും സേവിങ്സ് അവർക്ക് അതിനകത്തുനിന്ന് ലോൺ എടുക്കാം. അതിനകത്ത് അവർക്ക് മന്ത്ലി പൈസ അതിൽ കുടുംബശ്രീയിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇത് കാരണം ചില ടൈമിൽ കുടുംബശ്രീയിൽ തന്നെ അങ്ങോട്ട് ലോൺ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവർ ചില ഗോൾഡ് ലോൺ വെച്ചിട്ട് അത് എടുക്കാനായിട്ട് ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യും.
അപ്പോൾ കുടുംബശ്രീ ആസ് എ ഹോൾ ഞാനൊന്ന് പഠിച്ചപ്പോൾ കുടുംബശ്രീ ആസ് എ ഹോൾ അതിനെപ്പറ്റി വലിയ rules ഒന്നും അല്ല അറിയില്ല. ഞാനത് റോളും ചെയ്ത് ഞാൻ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ എല്ലായിടത്തും ഉണ്ടല്ലോ 20% പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി 80% പേർക്ക് അത് ആ സിസ്റ്റം കുടുംബശ്രീയുടെ പ്രശ്നമല്ല, ആ കുടുംബശ്രീ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. അപ്പോൾ പലരും ലോൺ എടുത്തിട്ട് ചില ആൾക്കാരും എൻ്റെ ഓഫീസിലെ ചേച്ചിയുണ്ട്, ശോഭന ചേച്ചിയൊക്കെ, അവരൊക്കെ വെച്ചാൽ അവർ ബിസിനസ് ചെയ്യും. ബിസിനസ് വെച്ചാൽ ചിലപ്പോൾ ഹോൾസെയിലായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കണം, അച്ചാറുണ്ടാക്കും, എന്നിട്ട് വിൽക്കും, എന്നിട്ട് ലാഭം എടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്യും. അതേമാതിരി തന്നെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിമാരുണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ കടം കൊടുക്കാനുണ്ടോ, കടം വീട്ടാനുണ്ടോ, ആ കടം കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അതിൻ്റെ കസ്റ്റമേഴ്സ് ആവേണ്, അതിലത്തെ ബെനിഫിഷ്യറി ലിസ്റ്റ് അല്ല ആവണത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാരുടെ അടുത്തും ബെനിഫിഷ്യറി ആവണേക്കാളും കൂടുതൽ. അപ്പോൾ എനിക്ക് ആ സത്യാവസ്ഥ മനസ്സിലായി, എല്ലാ സ്ഥലത്തും 20% പേർക്കും അതിന് ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷേ കുടുംബശ്രീ വെച്ചാൽ ഭയങ്കര. പക്ഷെ അവിടെ ഒരു ആവശ്യം വന്ന അവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് അയാളെ ഹെൽപ്പ് ചെയ്യും, ഇതിനകത്തുനിന്ന് ലോൺ എടുത്തു കൊടുത്ത് അങ്ങനെ ഹെൽപ്പ്. അത് ഭയങ്കര അതും ഒരു സേവിങ്സ് ആണ് അവരുടെ. കാര്യം ഡെയിലി വേജസ് അല്ല, ഇങ്ങനെ മന്ത്ലി ആണെങ്കിലും അവർക്ക് കിട്ടുന്ന പൈസ യൂഷ്വലി എല്ലാവരും അവരുടെ ഫാമിലിയിലോട്ട് കൊടുക്കുക. ഇതിങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ചെങ്കിലും പൈസ. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നത് കുടുംബശ്രീയിലെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമ്മുടെ ടോസ്റ്റ് മാസ്റ്ററിൽ നടക്കുന്ന പോലെ തന്നെ 20 പേരുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇവര് 20 പേരുടെ കൂട്ടായ്മയിൽ ഇവര് തമ്മിൽ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ആയിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഉണ്ട്, ആഴ്ചയിൽ മീറ്റ് ചെയ്യും. എന്നിട്ട് ഇവര് അതിലെന്തോ പ്രസിഡന്റ് പോലത്തെ ഒരാളൊക്കെ ഉണ്ട്, എന്നിട്ട് അവർ സംസാരിക്കും. അപ്പൊ ഇവര് പറഞ്ഞ കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ 20 പേരുടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇത്രയും നാള് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തപ്പോ ഒരു എന്റർപ്രീനർഷിപ്പ് അവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഐഡന്റിറ്റി അവർക്ക് വരുന്നത്. അപ്പൊ ഇനി നിഷയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എങ്ങനെ ഹൗ ഡു യു ഡു നിങ്ങളുടെ സേവിങ്സ്? ഞങ്ങളുടെ സേവിങ്സ് ലൈക്ക് ഐ വാണ്ട് ടു നോ യുവേഴ്സ്, നോട്ട് ഞങ്ങളുടേത്. അല്ല, ഓക്കെ, എൻ്റെ സേവിങ്സ് ഇപ്പൊ ഇനീഷ്യലി നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ കുറേയും കൂടി സ്പെൻഡിങ്ങിലായിരുന്നു കൂടുതൽ, ലൈക്ക് ആഫ്റ്റർ മാരേജ് കൂടുതൽ സ്പെൻഡിങ്ങിലായിരുന്നു. പക്ഷെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ ബോധം വന്നതിൽ ഇനി ഞങ്ങൾ സേവ് ചെയ്യണം, ബിക്കോസ് ഇനിയാണ് നമ്മുടെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവൻ്റെ എഡ്യൂക്കേഷനിലേക്ക് കുറച്ച് മാറ്റുക, പിന്നെ കുറച്ച് നമ്മുടെ എക്സിജൻസി എന്തെങ്കിലും വരുവാണെങ്കിൽ അതിലുള്ള ഒരു സേവിങ്സ്, അങ്ങനെ നമ്മൾ തന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം, ഡിവൈഡ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇപ്പം പ്രായമായാൽ തോറും നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഞങ്ങള് ഇപ്പം പെൻഷനും കാര്യങ്ങളും ഇല്ല, അപ്പം അങ്ങനെ നമുക്ക് ഒരു സേവിങ് വേണ്ടി വരും, ബിക്കോസ് ഇതേപോലെ അടിച്ചു പൊളിച്ച് അപ്പോഴും നടക്കണമല്ലോ, അപ്പം അതിനും കൂടി ഒരു സേവിങ് വേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം അങ്ങനെ ആകുമ്പോ പിന്നെ അങ്ങനെയും ഒരു പാട്ട് മാറ്റി വെക്കാൻ തുടങ്ങി. ഇത് ഇനിഷ്യനോട് എനിക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു കരിയർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും പലരും ജോലിക്ക് കല്യാണത്തിനൊക്കെ മുന്നേ. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുട്ടീനെ വിഷമിക്കേണ്ട വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൗ ഈസ് ദാറ്റ് റീസ്റ്റാർട്ട്? ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പം ഞാൻ ഇത് ഭയങ്കര ഒരു നിങ്ങൾ 3 പേരും പറഞ്ഞോട്ടെ ഇതിനെ പറ്റിയിട്ട്. കാരണം വെച്ചാൽ ഇതിൽ ചിലപ്പോൾ 2-3 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ മിക്കവാറും ഒരു 7-8 വർഷം അവർ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും കരിയറിൽ. 7-8 വർഷം കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു 40 വയസ്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 35 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഒരു തോന്നൽ വെച്ചാൽ ഇനി 20 വയസ്സായിട്ടുള്ള കുട്ടികളായിട്ട് എങ്ങനെ എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? അതിന്റെ പേരിൽ വീട്ടിൽ ഇരുന്ന് പോണ കുറെ ആളുകളുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഹൗ ഡിഡ് യു ഓവർകം? ഞാൻ അത്രയും ബ്രേക്ക് എടുത്തിട്ടില്ല. അതാ ഞാൻ പറയാം, ഞാൻ ഇനീഷ്യലി തന്നെ ഞാൻ ഭയങ്കര കരിയർ ഓറിയന്റഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ബ്രേക്കിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, നമുക്ക് പ്രയോറിറ്റീസ് മാറും. അപ്പൊ അത് മാറിയപ്പം ഞാൻ എടുത്തു, 1 ഇയർ ബ്രേക്ക് ഞാൻ എടുത്തു. പക്ഷെ എന്നാലും ആ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. ആ ബ്രേക്ക് വന്നതിന്റെ ഒരു സ്ട്രെസ്, ലൈക്ക് ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് പോകുന്നുള്ള ഒരു സ്ട്രെസ് എനിക്ക് വന്നായിരുന്നു. അത് പിന്നെ നമ്മൾ അപ്പൊ റിലേഷൻഷിപ്പിലും അത് എഫക്ട് ചെയ്യും. ലൈക്ക് ഹസ്ബൻഡ് പോയി വരുന്ന, ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം പുള്ളി തന്നെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നീ അപ്ലൈ ചെയ്ത് തുടങ്ങും, ബിക്കോസ് ഇത് ശരിയാവത്തില്ല. നിന്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് എപ്പോഴും അങ്ങനെ കരിയർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ബ്രേക്ക് കൊടുക്കുന്ന വെച്ചാൽ പുള്ളിക്ക് തന്നെ തോന്നി അത് ബുദ്ധിമുട്ടായി പോകുമെന്ന്. അപ്പം പിന്നെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തു അപ്ലൈ ചെയ്യാനും വേറെ ജോബ്സിലൊക്കെ. അങ്ങനെയാണ് ഞാൻ കൊച്ചി മെട്രോ ശരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പം ശരിക്കും പുള്ളി ആ സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്നെയും ഒരു ഇയറും കൂടി സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ പോവായിരുന്നു. പിന്നെ പാരന്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും
എന്ന് വെച്ചാൽ ഇപ്പോഴും എൻ്റെ മമ്മിയും എൻ്റെ മദർ ഇൻ ലോം എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും. അവര് തന്നെ ഷട്ടിൽ ചെയ്ത് പുറത്തുനിന്ന് ഹെൽപ്പ് ഇല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്പാണ് അത്. ഫാമിലിയിലെ ബുദ്ധിമുട്ട് ആ കേസിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ലേഡീസിന് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം അല്ലേ? വെരി ഗുഡ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതില് സജിയുടെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്കും അങ്ങനെ, ഞാൻ സെബാസ്റ്റിന്റെ ഓഫീസിൽ പോകുമായിരുന്നു ആദ്യകാലത്ത്. ഞാൻ പറഞ്ഞ പോലെ വന്നു കഴിയുമ്പോൾ കൊച്ച് ഊണ് കഴിയും, ഞാൻ എത്തുമ്പോൾ പിള്ളേര് രണ്ടുപേരും കഴിച്ച് കഴിയും. അപ്പം അത് നമുക്കൊരു കോംപ്ലക്സ് വരും, നമുക്ക് നോക്കുന്നില്ലല്ലോ ഞാൻ. പിന്നെ സെർവൻസിൻ്റെ ചെറിയ ഉപദ്രവമൊക്കെ അവർക്കുണ്ടായിന്ന് ഞാൻ സെക്കൻഡ് സെർവൻറ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ ചേച്ചി പിച്ചുന്ന പോലെ ഈ ചേച്ചിയും പിച്ചുവോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സെർവൻസിൻ്റെ സൈഡിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ സഡനായിട്ട് നിർത്തിക്കളഞ്ഞത്. പിന്നെ അത് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നിർത്തി. പിന്നെ നാച്ചുറലി പിള്ളേരെ ഒന്ന് വളർത്തുന്ന സമയത്ത് ഞാൻ അത്ര വലിയ പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രോബ്ലം ആയിരുന്നില്ല കുറച്ച്. അപ്പം ഞാൻ എൻ്റെ മോളോട് പറയും, അവളൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് അവളോട് പറയും, നിർത്തണമെങ്കിൽ നിനക്ക് ബ്രേക്ക് എടുക്കാം, പക്ഷെ ബ്രേക്ക് എടുത്താലും മുമ്പോട്ട് പോയിക്കോണം ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട്. ഞാൻ അല്ലേ, ഒരു വർഷമൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഫസ്റ്റ് കുട്ടി ഉണ്ടായി 1 വയസ്സൊക്കെ ആവണം. അതിലും കൂടുതൽ ബ്രേക്ക് എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഫൈൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ജൂനിയർ പ്രൊഫൈൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായത്, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, അവർ ചിലപ്പോൾ ഒരു ഹയർ പ്രൊഫൈലിൽ ഇരുന്ന ആളായിരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ചവർ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ആ പ്രൊഫൈൽ കിട്ടത്തില്ല. അവർ പിന്നെ ജൂനിയർ പ്രൊഫൈലിൽ നിന്ന് ആ വർക്ക് ചെയ്യാൻ അത് ഭയങ്കര സ്ട്രെസ്സാ. അത് സ്ട്രെസ്ഫുൾ ആണ് അവർക്ക് ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഗ്രോത്തിന്റെ ആ ഒരു പാത്ത് മാറിപ്പോവും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ബിസിനസ്സിലോ എന്റർപ്രണർഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഈ വർക്കിംഗ് ഇതിൽ എൻവയൺമെന്റിൽ പോകുമ്പോഴത്തേക്ക് അത് ഡിഫിക്കൾട്ടാണ്. പിന്നെ അല്ലെങ്കിൽ സ്പൗസിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണം അല്ലേ? ബട്ട് സ്റ്റിൽ ആ പ്രൊഫൈൽ കിട്ടാൻ ബുദ്ധിമുട്ട്. ബ്രേക്ക് ആയി കാരണം അത് 1 വർഷം 2 വർഷമൊക്കെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ ആ നോളജ് സൈക്കിൾ കുറഞ്ഞു പോയിട്ടുണ്ടാവാം. ഇതിൽ എനിക്കൊരു കാര്യം ചോദിക്കണം, ഈ ഒരു മണി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദാറ്റ് മീൻ? ഇപ്പോൾ 2 മണി മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ സ്ത്രീകളോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പൈസ മാനേജ് ചെയ്യണത്, അപ്പോൾ അവരോട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴും മനസ്സിലാവണത് അവർ മാനേജ് ചെയ്യണത്, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ എന്നെ ഒരു ഇവൻ കമൻറ്റിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ പറയാമെന്നുള്ളത്. പക്ഷേ അല്ല, ഇത് വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചോദിക്കാൻ വേണം. കാരണം വെച്ചാൽ മണി മാനേജ്മെന്റ് ചില ടൈമിൽ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്നതാണ് മണി മാനേജ്മെന്റ് എന്നുള്ളത്. അത് മണി മാനേജ്മെന്റ് ആണ്. പക്ഷേ അത് നോ ഡൗട്ട് അതാണ് ബേസ്, ദാറ്റ്സ് ബഡ്ജറ്റിംഗ് അതല്ലേ. പക്ഷേ വാട്ട് ഈസ് അതർ മണി മാനേജ്മെന്റ്? ഇപ്പോൾ ചിലപ്പോൾ നേരത്തെ നിഷ പറഞ്ഞത് തന്നെ ആണെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഇത്തിരിയും കൂടിയും വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ യു മേ ബി തിങ്കിങ് ദാറ്റ് അറ്റ് ദ ഏജ് ഓഫ് 55 യു വാണ്ട് ടു ടേക്ക് റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് 35 യു വാണ്ട് ടു ടേക്ക് റിട്ടയർമെൻറ്റ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഹൗ ഡു യു റിയലി ഡിഫറൻഷിയേറ്റ് ആ മണി മാനേജ്മെൻറ്റ് അറ്റ് ഹോം ആൻഡ് മണി മാനേജ്മെൻറ്റ് ഫോർ യുവർ ലാർജർ ഗോൾസ്? ഇത് ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഐ എം നോട്ട് ട്രൈങ് ടു കറക്റ്റ് യു ഓർ എനിത്തിങ്. കാരണം വെച്ചാൽ ഇത് രണ്ടും ഒരിക്കലും കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വീട്ടിലെ മണി മാനേജ്മെൻറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് വയ്ക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് സൈദയുടെ ഒരു വ്യൂ? അല്ല, എൻ്റെ ഞാനൊരു പ്രൊഫഷണൽ അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ലേഡീസിന് ഭയങ്കര ഒരു ക്രൂഷ്യൽ റോളുണ്ട് ഇതിനകത്ത്. കാര്യം വെച്ചാൽ നമ്മളൊരു ധാരാളിയാണെങ്കിൽ, ഒരു ദൂർത്താണെങ്കിൽ പൈസ ഒരിക്കലും ഒന്നിനും തികയൂല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തികയൂല. അല്ലെങ്കിൽ നമ്മളെ വല്ല അംബാനി ആവണം. അല്ലാതെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പൈസ തോന്നുന്ന, എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ മണി മാനേജ്മെന്റ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഹസ്ബൻഡ്സ് അധികം ചെലവാക്കിയിട്ട് അല്ലല്ല, ഭാര്യമാർ അധികം ചെലവാക്കിയിട്ട്. ചിലവർക്ക് പെർച്ചേസ് എന്ന് പറയുന്ന ഒരു ക്രേസ് പോലെയാ. സാധനങ്ങൾ മേടിച്ച് അലമാരി വെക്കുക അല്ലാണ്ട് അവര് തുറന്നു പോലും നോക്കാത്ത ആൾക്കാരുണ്ട്. ആ മേടിച്ച സാധനം പിന്നെ വീട്ടിൽ വന്നവർക്ക് തുറക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. കാര്യം ആ മേടിക്കാനുള്ള ക്രേസ് മാത്രമാണ്. ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ ഈ സാധനത്തിന് ഞാൻ കേട്ടിട്ടുള്ള വെച്ചാൽ ഷോപ്പഹോളിക്ക് നല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഒരു ഡിപ്രഷൻ തെറാപ്പിയാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചില ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലവർക്ക് വിൻഡോ ഷോപ്പിംഗ് ആയിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഏത് എക്സിബിഷന് പോയാലും ഏത് ഓൺലൈൻ ഷോപ്പിംഗ് കയറിയാലും ദേ വാണ്ട് ടു ബൈ തിങ്സ്. അത് ഉപയോഗമുണ്ടോ എന്നൊന്നുള്ള അവർക്ക് നോട്ടമില്ല.
ജസ്റ്റ് ബൈ. ആ ഇതിലുണ്ടെങ്കിൽ ജീവിതത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് താളം തെറ്റും 100%. ഓക്കെ. അതാണ് എൻ്റെ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്നെ പിശുക്കിന്ന് വിളിച്ചാലും എന്നെ എന്ന് വിളിച്ചാലും എനിക്കൊരു പ്ലാൻ ഉണ്ട്, അതിലേ ഞാൻ പോകത്തുള്ളൂ. ഓക്കെ. അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ. ഇതിൽ ഞാൻ ഇതിനേക്കാളും വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഷോപ്പിലൊക്കെ പോയിരുന്ന ടൈമിൽ നമ്മുടെ അമ്മ നമുക്കൊരു ലിസ്റ്റ് എഴുതി തരും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കൊണ്ടിരുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ ലിസ്റ്റ് ഉണ്ടാക്കണ പരിപാടിയില്ല. നമ്മൾ ഒരു മാളിലേക്ക് കയറുന്നു, സാധനങ്ങൾ എടുത്തിടുന്നു, കൊട്ടയിൽ എടുത്തിടുന്നു, ബില്ല് കൊടുക്കുന്നു. ഇൻസ്റ്റമാർട്ടാണെങ്കിൽ ഒന്നും കൂടി കൈ കൊണ്ട് സ്വിച്ച് അമർത്തിയാൽ മതിയല്ല. ആ ഒരു പ്രിപ്പറേഷൻ ഇല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് വാങ്ങുക. അതിന് ജസീറയുടെ ഒരു വ്യൂ അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതും ഞാൻ എൻ്റെ കുട്ടികളോട് എനിക്കിപ്പോൾ അവരെയല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുള്ള സാധനം മാത്രം മേടിക്കുക. സ്റ്റിക്ക് ടു ദാറ്റ്. വേണ്ടാത്ത സാധനം നമ്മൾ വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. വേണ്ടുന്നത് മാത്രം മേടിക്കുക. ഇമ്പൾസ് ബൈയിങ്ങിന് വശംവദരാകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, എന്താണ് വേണ്ടത് പ്ലാൻ ചെയ്യുക, ആ പ്ലാനിങ്ങിലൂടെ തന്നെ പോകുക, അങ്ങനെ തന്നെ മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് അട്രാക്റ്റീവ് തിങ്സ് മൊത്തം അട്രാക്ഷൻ ആണ്. നമ്മളൊരു ഓൺലൈൻ സ്റ്റോറിൽ കയറിയാലും ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് വന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ എല്ലാത്തിലൂടെ നമുക്ക് അട്രാക്ഷൻ വരും. റീൽ കാണുമ്പോൾ പോലും ആഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മുടെ സൈക്കോളജി പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അട്രാക്ഷൻ വരും. ഈ ഡ്രസ് നല്ല, ഈ ഡ്രസ് നല്ല, ഈ ഡ്രസ് നല്ല. അല്ലാതെ നമ്മളെ ഇതില് ഞാൻ ഈ ഒരു കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് തന്നെ ഒന്ന് അടുത്ത ഗ്രേഡിലേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ എൻ്റെ മോളൊക്കെ പറഞ്ഞ കാര്യം വെച്ചാൽ നമ്മൾക്ക് ഞാൻ പറയും ഒന്ന് നമുക്ക് കുക്ക് ചെയ്ത് കഴിച്ചാൽ പോരെ നോക്കിയപ്പോൾ മോള് പറയും അച്ഛാ ഇനിയുള്ള കാലത്ത് അങ്ങനെ ഒന്നല്ല, നമ്മൾ സ്ക്രീനിൽ ഞെക്കുന്നു, ആ സാധനങ്ങൾ വന്ന് ടേബിളിലേക്ക്. അതായിരിക്കും എൻ്റെ കാലത്ത് നിന്ന്. അതിൻ്റെ പേരിൽ ഐ ഡോണ്ട് ഹാവ് ടു ലേൺ കുക്കിംഗ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും നമ്മൾ സൊമാറ്റോ ആൻഡ് അല്ല, അത് ശരിക്കും ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനത് കട്ട് ഷോർട്ട് ചെയ്ത് ഈ റീസെന്റ് 2 monthsലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ദിവസം എന്റെ ഈ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞെട്ടി. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചില്ല, ഞാൻ ഒരിക്കലും അത് നോക്കാറില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് 2-3 months ഞാൻ എമൗണ്ട് പറയുന്നില്ല, അത്രയും ട്രാൻസാക്ഷൻ. എന്നിട്ട് ഞാനിരുന്ന് എക്സലിനകത്തത് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എത്ര പൈസയാണ് ഇൻസ്റ്റാമാർട്ടിന് കൊടുത്തത്, സ്വിഗ്ഗിക്ക് കൊടുത്തത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് 2 months ആണ് ഞാനത് കട്ട് ഷോർട്ട് ചെയ്തു. ആ ജേണി എങ്ങനെയായിരുന്നു? വെൻ ഡിഡ് യു റിയലൈസ്? എങ്ങനെ റിയലൈസ് ചെയ്തു ഞാൻ ട്രാൻസാക്ഷൻ കണ്ടപ്പോ. നോക്കാൻ തോന്നിയത് എങ്ങനെ? വെറുതെ നോക്കിയത്. അല്ല, ഇത് വലിയ വെറുതെ നോക്കിയത്. ഞാൻ ഒരു ജിപേക്ക് ഒരു അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ആ വലിയ അക്കൗണ്ട് കാണിക്കും ട്രാൻസാക്ഷൻ. അല്ല, ഞാൻ ഒരു അക്കൗണ്ടിൽ ജിപേ ചെയ്യുള്ളൂ, മറ്റേ അക്കൗണ്ടിൽ നിന്ന് ജിപേ ചെയ്യില്ല. അപ്പം ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് വിതിൻ 1 week ലോ ബാലൻസ് എന്ന് കാണുമ്പോൾ അതെന്താ ആരെങ്കിലും കട്ടുകൊണ്ട് പോയോ? പിന്നെയാണ് ഇപ്പൊ എല്ലാ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ ഓൺലൈനിൽ. ഞാൻ തന്നെ സ്പെൻഡ് ചെയ്താണ്. കാര്യം ഓട്ടോയിൽ പോയാലും പോയാലും എല്ലാരും ജിപേ അല്ലേ. അതെന്താന്ന് വെച്ചാൽ നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫിസിക്കൽ മണി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഡിഫറെന്റ്. ഇതൊരു വികാരമില്ലല്ലോ അതിനോട്. അല്ലെ ഈ സാധനം ഈ സജിതയുടെ കാര്യം ഞാൻ ഒട്ടും ജിപേ ഉപയോഗിക്കത്തില്ല. അപ്പോൾ സജിത തന്നെ കളിയൊക്കെ വന്ന് നിങ്ങൾ എന്ത് പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സജിതയ്ക്ക് എന്നെ നമ്മളൊരു ഡൗൺഗ്രേഡ് ചെയ്യണം മറ്റേ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് എത്രയാണ് ആ പൈസ വെച്ചിട്ട് അത് മാത്രം ജിപേ ഉപയോഗിക്കാനായിട്ട്. അത് ഞാൻ ശരിക്കും ഞാൻ എൻ്റെ ഫലത്തേക്കിട്ട് സജിത തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കിപ്പോ ജിപേ അല്ലാതെ പറ്റില്ല, കാരണം ആരുടെയും കറൻസി ഇല്ല. അല്ല, ഇതില്ല. എനിക്ക് ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, അപ്പം നമുക്ക് കുട്ടികളെ ഇനി പഠിപ്പിക്കലൊന്നും നടക്കില്ല, അവരെ ഉപദേശിക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ പക്ഷേ ഒരു മണി മാനേജ്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് പൈസയിൽ ഒരു ദൂരത്തല്ലാതെ ആക്കാനായിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യാതെന്ന് പറയാമോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഡാഡി ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. ഞങ്ങളെ എല്ലാവരും വഴി കാണിച്ചു തരുള്ളൂ. യു ക്യാൻ ഗോ ആൻഡ് ബൈ തിങ്സ്, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഡു തിങ്സ്, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനെ ആദ്യം പഠിപ്പിച്ചത് തൊട്ടടുത്ത കടയിൽ ഒരു പാക്കറ്റ് പാൽ മേടിച്ചുകൊണ്ടുവരാൻ പറയും. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് ബാലൻസ് മേടിക്കണം, അത് കൗണ്ട് ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരാൻ പറയും. അപ്പം ആദ്യം ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കുട്ടിയെ നീ പുറത്ത് വിട്ടു, അതിന് വല്ലതും ഇടിക്കുകയോ പിടിക്കുകയോ. ഞാൻ പറഞ്ഞു മിണ്ടരുത്, അവൻ പഠിക്കട്ടെ, എങ്ങനെ ഒരു കടയിൽ പോകണം, കടയിൽ പോയിട്ട് എങ്ങനെ തിരിച്ചു വരണം എന്ന് അവൻ പഠിക്കട്ടെ, ബാലൻസ് മേടിക്കണം എന്നുള്ളതും. അപ്പം അവൻ പോവും,
എന്തെങ്കിലും ഒരു സാധനം അവനെ കൊണ്ട് മേടിപ്പിക്കും, ബാലൻസ് അവൻ കിട്ടുമ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ് ഞാൻ ആദ്യമേ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും അവരത് നോക്കുന്നുണ്ട്. അവർ കടയിൽ പോകുമ്പം ബാലൻസ് കിട്ടുന്നവർ ചെക്ക് ചെയ്യും, അവർ അത് തിരിച്ചു കൊണ്ടുവരും. അപ്പം ഇത്ര രൂപയാണ് പോയത്, ഇത്ര രൂപയാണ് വന്നത്. ആദ്യകാലത്ത് ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് പോക്കറ്റ് മണി നമ്മൾ കൊടുക്കുമല്ലോ, അതിൻ്റെ എനിക്ക് ഡീറ്റെയിൽസും വേണമെന്ന് പറയും. എന്താണ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, ആവശ്യമില്ലാത്ത ആദ്യകാലത്ത് നമ്മൾ കറക്റ്റ് ചെയ്യണമല്ലോ. ആദ്യകാലത്ത് കറക്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് അതുകൊണ്ട് രണ്ട് പിള്ളേരും ലാവിഷ് അല്ല, എന്ന് വെച്ചാൽ ദൂരത്തിലില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ് ജസീറുടെ? ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം എത്ര കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ചോദിക്കും എന്ത് ചെയ്തു, എത്രയാണ്. കാരണം നമ്മൾ ഒക്കെ എന്നാലേ അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ വരുള്ളൂ. അപ്പം മാത്രമല്ല, ഇപ്പൊ ഓരോ കാര്യങ്ങളും മേടിക്കാനായിട്ട് പോകുമ്പോൾ തന്നെ മോനാണെങ്കിൽ അറിയാം ഇത്ര വിലയാണ്. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, വെളിച്ചെണ്ണയ്ക്ക് 460 ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5-6 പാക്കറ്റ് മേടിച്ചു വെച്ചോ, ഇനിയിപ്പോ സെപ്റ്റംബറിൽ ഓണത്തിന് കൂടും എന്നൊക്കെ വന്നു. അപ്പൊ അവരറിയണം എന്താണ് വാട്ട് ഓരോ കമ്മോഡിറ്റിയുടെയും വില എന്താണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വാല്യൂ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ഷുഡ് നോ അവർ സ്പെൻഡ് ചെയ്യുന്ന മണി എന്താണ്, എത്ര കൊടുക്കണം എന്നുള്ളത്. എന്നാൽ മാത്രമേ പൈസയ്ക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ വാല്യൂ പഠിപ്പിച്ചിരിക്കണം, കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. അതിന് അവരെ പുറത്തേക്ക് ഇറക്കി വിട്ട് സജ മാം പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ സാധനങ്ങൾ മേടിക്കുകയും ആ പൈസ മാനേജ് ചെയ്യാൻ ചെറുപ്പത്തിലെ പഠിപ്പിച്ചാൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. എന്താണ്? പിന്നെ 8 വയസ്സുള്ള കുട്ടിയാണല്ലോ, അപ്പൊ അത്രയും എന്തായിരിക്കും എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നിഷ നടത്തി? അല്ല, ഞങ്ങൾ അവനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ICICI ഒരു അക്കൗണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അവന്റെ പൈസയുടെ വാല്യൂ അറിയാം, അവന്റെ പൈസ തൊടത്തില്ല. വിഷുവിന് അമ്മേനെ അച്ഛനെ അറിയില്ല, പപ്പ ഇസ് റിച്ച് എന്നാണ് പറയാ. അപ്പം അവന്റെ പൈസ അവന്റെ ഒരു വാലറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വെക്കും, അതിൽ സ്പെൻഡ് ചെയ്യത്തില്ല. അല്ലാതെ പക്ഷെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇപ്പം ലുലുലൊക്കെ പോകുമ്പം അവർക്ക് ഇപ്പം പ്ലേ ഏരിയയിൽ കളിക്കാനൊക്കെ ആണെങ്കിൽ ഇനീഷ്യലി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുത്തു, ഇതാണ് നിന്റെ ഇന്നത്തെ ബഡ്ജറ്റ്, ഇത് വെച്ചിട്ട് നിനക്ക് എന്ത് കളിക്കണമെങ്കിലും നീ കളിച്ചു. അപ്പം അവൻ കോൺഷ്യസ് ആയി, ഇത് ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അപ്പം ഞാൻ ഇത്ര ഗെയിംസിലേ കളിക്കുള്ളൂ. അപ്പം അത്രേ ലെവലിൽ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ചെറിയ കാര്യങ്ങളല്ലേ നമ്മൾ ഇതൊക്കെ പിള്ളേർക്ക് വലിയ ലെസൺസ് ആയിരിക്കും. നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് എന്ത് പറഞ്ഞാലും കേരളയിലൊക്കെ ജീവിക്കുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ കടമൊക്കെ എടുക്കേണ്ടി വരും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ നീഡ്. ഇപ്പോൾ ഒരു വലിയ കാറ് വാങ്ങണം, ബിസിനസ് ചെയ്യണം, കാറ് വാങ്ങണം, അല്ലെങ്കിൽ വീട് വെക്കണം. ഇതൊക്കെ മിക്കവാറും നമ്മൾ ഡെറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കടത്തിനെ കാണുന്നത്? ഹൗ ഡു യു സീ ഡെറ്റ്? അത് ഫിയർ ആണോ, കംഫർട്ടാണോ, സ്ട്രെസ് ആണോ? സോ എന്താണ് ഇപ്പൊ നിങ്ങളൊരു കട എടുക്കണേക്കാളും മുന്നേ സജിതയുടെ മുന്നിൽ തോട്ടം എന്തായിരിക്കും? എനിക്ക് കടത്തിനോട് പേടി തന്നെയാ. നല്ലൊരു രീതിയിൽ പേടിയുണ്ട്. കാര്യം അതൊന്നും സെബാസ്റ്റ്യൻ ബിസിനസ്സിന് വേണ്ടിയാണ് എടുക്കുന്നത്. നമുക്ക് അത്ര വലിയ ഡിസ്കഷനൊന്നുമില്ല. ഞാൻ എടുക്കുന്നു എന്ന് പറയും എന്നല്ലാണ്ട് ഞാൻ സൈൻ ചെയ്യുന്ന മാത്രമാണ് എനിക്കറിയാവുന്നത് അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ അത്ര ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ അത് ഉണ്ട് എന്ന് പറയുമ്പോൾ ജനറലി ഡെറ്റ് എന്തെന്ന് വെച്ചാൽ എനിക്കൊരു പേടിയുള്ളൊരു സാധനമാണ്. കാര്യം വെച്ചാൽ എടുത്തു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കുന്നത്. ഒരു മാസം ഇങ്ങനെ ഒരു എമൗണ്ട് അതിലോട്ട് പോകുമെന്ന് പറയുമ്പം നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്ന പൈസ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് എടുക്കാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതി? സോ പലപ്പോഴും ചില ആൾക്കാരുടെയൊക്കെ ഫാമിലി ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ കടം ഉണ്ടാവും, പക്ഷെ അവർക്ക് ആ കടത്തിന് എത്ര ഇൻട്രസ്റ്റ് പോകണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഉള്ള ഫാമിലികൾ കുറെ ഇപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ ചിലരുടെ കടന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരും. എടുക്കുന്ന സമയത്ത് അതിന്റെ സീരിയസ്നെസ് മിക്കവർക്കും അറിയാൻ പാടില്ലെന്നാണ് എന്റെ വിശ്വാസം. എടുക്കുന്ന സമയത്ത് ബാങ്കുകാരൊക്കെ റെഡി ടു ഗിവ് ആണ്, എപ്പോ വേണേലും എത്ര എമൗണ്ട് വേണമെങ്കിലും തരാനായിട്ട്. അല്ല, അവരെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് സെയിൽസ് മാത്രമാണ്, നമ്മളായിരിക്കും നമ്മളെ സഹായിക്കണമെന്ന്. അതെ സത്യം. പക്ഷേ ഇത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വലിയൊരു എമൗണ്ട് ആണ് അവര് മേടിച്ചോണ്ട് പോണേന്ന്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, മേടിച്ചാല് തിരിച്ച് മൊത്തമായിട്ട് അടച്ചാലും ബാങ്കുകാർ കേസ് കൊടുക്കും. അത് അതെ, പക്ഷെ അവർക്കത് ഫുള്ളായിട്ട് അപ്പം അവരുടെ ബിസിനസ് പോയില്ലേ, നമ്മളെ പിഴിയുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മൾ ആ ഇൻട്രസ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ റിയലൈസേഷൻ പാർട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നിഷ ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവിൽ ഹോം ലോണൊക്കെ എനിക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളത്? ഇഫ് അറ്റ് ഓൾ യു ഹാവ് ടേക്കൺ, ഹൗ ഈസ് ദാറ്റ് ലോൺ ഉള്ളപ്പോ? നല്ല സ്ട്രെസ്സാ ലോൺ എന്ന് പറയുന്നത്. എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല? ഞാൻ ഉപയോഗിക്കാറില്ല. ഓക്കെ.
ഹസ്ബൻഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഹസ്ബൻഡിന്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ. എനിക്ക് ബിക്കോസ് അത് സ്ട്രെസ്സാണ്, സീരിയസ്ലി സ്ട്രെസ്സാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ബിക്കോസ് ഞാനായിട്ട് ഒരു കടം എടുക്കുന്നത്, ഞാൻ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് എന്റെ പേരിൽ കടം എടുത്തിട്ടില്ല. ഓക്കെ. ഓക്കെ. ഞാനും അതെ, ക്രെഡിറ്റ് കാർഡ് എനിക്ക് പേടിയാ. ഞാൻ എന്തെങ്കിലും മോനാണ് അതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അവൻ പറയുന്നത് പോയിന്റ്സ് കൂടും, പക്ഷെ അത് നോക്കാൻ പോലെ എനിക്ക് എങ്ങാനും എടുത്തു പോയാൽ ഞാൻ അടുത്ത ദിവസം തന്നെ അത് തീർക്കും. പേടി ഒരു വലിയൊരു ജസീറൊക്കെ എങ്ങനെയാണ്? കാരണം എപ്പോഴും നമുക്കൊരു ഫിയർ ഫാക്ടർ തന്നെയല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഒരാൾക്കാണെങ്കിലും ഒരു സ്ഥാപനത്തിനാണെങ്കിലും നമ്മൾ കടക്കാരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ആ പൈസ മേടിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളത് കടക്കാരാവുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുന്നതും ആസ് എ ബിസിനസ് ഓണർ തന്നെ പലപ്പോഴും എടുക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാകും. ഞാൻ പലപ്പോഴും അത് മിനിമൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ല. അതിന്റെ നൂലാമാലകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, പേടിയാണ്. ക്രെഡിറ്റ് കാർഡ് വരും. പക്ഷെ എങ്കിലും ഞാൻ എനിക്കില്ല ഇപ്പോൾ, ഹസ്ബൻഡിനുണ്ട്. പക്ഷെ എങ്കിലും പറഞ്ഞ പോലെ വളരെ മോഡറേറ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്തരം കാര്യങ്ങളൊക്കെ നമുക്കതൊരു ബാധ്യതയാകും എന്നുള്ളത് കൊണ്ട് തന്നെ കഴിയുന്നതും ബാധ്യത ഇല്ലാതെ ഉള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്, കെയർഫുൾ ആയിട്ട്. ഈവൻ ഈ ഒരു കടത്തിന്റെ കേസിൽ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കേസിൽ നിങ്ങൾ പൈസ ഇൻവോൾവ് ആവുന്ന ആൾക്കാരതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം ഞാൻ എപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ദേ ആർ നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ഡെറ്റ്. അപ്പോൾ ഇവൻ സ്ത്രീകൾ ഇൻവോൾവ് ആവുന്ന ഫാമിലിയിൽ അവർ കടം കുറയ്ക്കാൻ പെട്ടെന്ന് ശ്രമിക്കും. ഇപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ മിക്കപ്പോഴും വിളിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഫാമിലിയിൽ കടമുണ്ടായിട്ട് മനസ്സമാനക്കേടുണ്ടായിട്ട് അവർ വീഡിയോ സെർച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ വീഡിയോ കണ്ടെത്തുന്നത്. എന്നിട്ട് അവര് നമ്മളെ വിളിച്ചിട്ട് പറയും ഇതൊന്ന് മാനേജ് ചെയ്ത് പെട്ടെന്നാക്കി തരുന്നുള്ളത്. ആൻഡ് ഈ സ്ത്രീകൾ അതിൽ ഇൻവോൾവ് ആവുമില്ലേ, ആ കടത്തിൻ്റെ ഗിയർ ഒന്ന് മാറും. 15 വർഷത്തെ ലോണാണ് ബാക്കിയെന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ഒന്ന് ഗിയർ മാറ്റി ഒരു 5 വർഷത്തിലേക്ക് ക്ലോസ് ചെയ്യണമെന്ന് കാണാറുണ്ട്. ആൻഡ് ഐ ഹാവ് സീൻ ദറ്റ്. ഇപ്പോൾ എപ്പോഴും ഡിസ്കഷൻ നടത്തുന്ന ടൈമിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഓഫീസിൽ വരുന്ന സമയത്ത് ചില ടൈമിൽ ആണുങ്ങൾ മാത്രം വരും. അപ്പോൾ ചില ആണുങ്ങളൊക്കെ എന്നോട് പറയും, അല്ലെങ്കിൽ ഓഫീസിൽ പറയാറുണ്ട്, ഞാനാണ് പൈസ കാര്യം ചെയ്യാറ്, അയാൾ ഇവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ ചിലപ്പോൾ ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാനായിട്ടൊന്നും പറയില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ദിവസം എനിക്കറിയാം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫീസിൽ വന്നിട്ട് റിവ്യൂ നടത്തുന്നത്. ഞാൻ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കണത് അവർ ഫിനാൻഷ്യലി സക്സസ് ആയി എന്നുള്ളത്. എനിക്ക് ആദ്യമൊക്കെ മീറ്റിങ്ങിൽ വരുമ്പോൾ ആണ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് പിന്നെ ഓഫീസിൽ വരുന്നത് വെറുതെ നമ്മളെ കാണാൻ വേണ്ടി വരണം വേറെ. അപ്പോൾ അവർ വരുമ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ റൂമിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ടീമിനോട് സംസാരിക്കണം. എനിക്ക് അപ്പോൾ തോന്നുന്നു ഇവർ നമ്മൾ വിചാരിച്ച ലെവലിലെത്തി. അത് എത്ര പൈസ ഉണ്ടെന്നുള്ളതല്ല, അവരൊന്നിച്ച് പിന്നെ വെച്ചാൽ ഈ പറഞ്ഞ മാതിരിയാ, ഈ തോട്ടിൽ അനാവശ്യമായിട്ട് കടമെടുക്കാൻ അവരനുവദിക്കില്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞാൽ ആണുങ്ങൾക്ക് അത്ര ഈ ഗോൾ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ഭയങ്കര ധൈര്യം ഒഴിക്കും. എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവും. പക്ഷെ എന്നാലും ഇനീഷ്യലി ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാൻ വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു പൈസ കിട്ടിയെന്നായിരിക്കും. ഇപ്പോൾ ഒരു ബോണസ് കിട്ടി, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് ഡീൽ കിട്ടി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് അഡീഷണൽ ഒരു സാധാരണ കിട്ടുന്നതിനേക്കാളും കാശ് കൂട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തോട്ടം എന്തായിരിക്കും തലയിൽ പോണ? എനിക്ക് ഏറ്റവും ഇഷ്ടം ബാങ്കിൽ പൈസ കിടക്കുന്നതാണ്. അഡീഷണൽ എന്റെ പേരിൽ കുറച്ച് പൈസ കിടന്നില്ലെങ്കിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാ. ഓക്കെ, അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. കാരണം ചില ആൾക്കാരുടെയൊക്കെ വിഷയം പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ബാലൻസ് എത്രയെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർ 0 ബാലൻസിലേക്ക് റൺ ചെയ്യണത്. പക്ഷേ ചില സ്ത്രീകൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ബാലൻസ് കുറഞ്ഞു പോയാൽ മിനിമം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രയാണ് നിങ്ങളുടെ സജിതയുടെ മിനിമം ബാലൻസ്? എനിക്ക് ബേസിക്കലി 1 ലക്ഷമെങ്കിലും എന്റെ പേരിൽ കിടക്കണം. ഇത് ഈ സാധനം ഉള്ളൂ, അതിനപ്പുറത്തൊന്നും വേണം. പക്ഷെ 1 ലക്ഷമെങ്കിലും കിടന്നില്ലെങ്കിൽ ആറക്കം കണ്ടില്ലെങ്കിൽ നമുക്ക് ആവശ്യം വരും. അതെ അതെ, എന്തൊക്കെ കാര്യങ്ങൾ വരാം നമുക്ക്. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം വെച്ചാൽ പല ആൾക്കാരുടെയും മിനിമം ബാലൻസ്. ഞാനൊരു ഹോം മേക്കറാണ്, അതുകൊണ്ടാണ് ഏറ്റവും മിനിമൽ റേറ്റ് ഞാൻ പറയുന്നത്. അല്ല, അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവണം. അത് അവരുടെ ബിസിനസിന്റെ സ്റ്റൈല് പോലെയും ബിസിനസിന്റെ ആ ഇൻഡസ്ട്രീന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ എത്ര വേണമെന്നുള്ളത്. ഒരു ബാക്കപ്പ് ഒരുപാട് കോൺഫിഡൻസ് തരും. പിന്നെ ഇപ്പൊ പോസ്റ്റൽ സേവിങ് തന്നെ എനിക്കുള്ളത് കൊണ്ട് എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും എനിക്കത് വിഡ്രോ ചെയ്യാം. SIP ആണെങ്കിൽ എനിക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ കുറച്ച് ബാക്കപ്പുകൾ എനിക്കില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടൽ വരും. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഈവൻ ഞാൻ സിത്താരുടെ അടുത്തും ഞാൻ ആദ്യം SIP ഒക്കെ തുടങ്ങണേക്കാളും മുന്നേ
പുള്ളി ഇങ്ങനെ കാശ് വരും കാശ് പോകും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ SIP ഒക്കെ വന്ന് ഈ ബാലൻസ് എത്തിയപ്പോഴേ ഈ 6 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിത്താരയ്ക്ക് പിന്നെ 6 കുറഞ്ഞ ഒരു സാധനം കാണാനായിട്ട് ഒരു 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 പ്രശ്നം. അല്ല, അതൊരു എനിക്ക് തോന്നുന്ന ഒരു സെക്യൂരിറ്റിയാണ്, നമുക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ആണ് അല്ലേ. നമുക്കൊരു നമുക്ക് എന്ത് സംഭവിച്ചാലും പൈസ കിടപ്പുണ്ടല്ലോ. അസുഖങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പെട്ടെന്ന് സ്പെൻഡ് ചെയ്യാൻ പൈസ നമുക്ക് ഉണ്ടാവണം. ഹോസ്പിറ്റൽ ബിൽസ് നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ അത് തന്നെ തന്നെ, അതെ അതെ അതെ. ഈവൻ ഇതിൽ ജസീറ ഇപ്പൊ ഒരു വലിയ ബിസിനസ് കിട്ടി, ഒരു 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടിയെന്നായിരിക്കും. സോ എന്തായിരിക്കും തലയിലേക്ക് ആദ്യം പോണ തിങ്കിങ്? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം നമ്മളെപ്പോലുള്ള ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും ചിന്തിക്കുക ഒരു സ്കെയിലപ്പ് പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എപ്പോഴും മറന്നു പോകും. അപ്പം കാരണം ഇപ്പം നിഷ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെൻഷനൊന്നും ഇല്ല. അപ്പം വി ഷുഡ് ബി തിങ്കിങ് ഓഫ് സച്ച് തിങ്സ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇഫ് ഐ ലീവ് അപ് ടു ആ ഒരു സമയം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോഡ് വില്ലിങ് നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കാണണം. ഞങ്ങളൊരു ഫ്ലാറ്റ് ബാംഗ്ലൂർ മേടിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ മോനിങ്ങനെ ഒരു സജഷൻ പറഞ്ഞപ്പോൾ നല്ല ആൾക്കാർ നല്ല ഫ്ലാറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനൊരു എമൗണ്ട് തരാം. അന്ന് എനിക്ക് നല്ലൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു എമൗണ്ട്. അത് ശരിക്കും സെബാസ്റ്റ്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന പൈസ അതോ അറിയാമെന്നല്ലാണ്ട് എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് അത്. കാരണം എന്താണ് എത്രയാണ് അത് ഭയങ്കര പവറാ ഈ സാധനം. ഇല്ല, എന്താണ് എത്രയാണെന്നൊന്നും ചോദിക്കാറുമില്ല, ഞാൻ പറയാറുമില്ല. ഇപ്പം ഓൺലൈനിലെല്ലാം ഓൺലൈൻ കാണാം, എന്നാലും എന്റെ പൈസ എന്റെ മാത്രമാണല്ലോ. അല്ല എന്നാലും പക്ഷെ ഇതൊരു കൊടുക്കുമ്പോ ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര എമൗണ്ട് തരാം, അത് ഇനീഷ്യലായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. നല്ലൊരു എമൗണ്ട് ആയിരുന്നത്. അപ്പം എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാൻ പൊട്ടിച്ച് ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറിയത്. എന്നാൽ നമുക്ക് മേടിച്ചേക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നത് അങ്ങനെയാണ്. അപ്പൊ സെബാസ്റ്റ്യൻ മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കാശായിട്ടാണ് എന്നോട് ഇത്രയും കാശ് അതാണ് നമുക്ക് ആവശ്യത്തിന് ഒരു സമയത്ത് എടുത്ത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണല്ലോ. നിഷയ്ക്ക് എന്താണ് ഒരു എംപ്ലോയർ മെട്രോ പറയാണ്, കൊച്ചി മെട്രോ പറയാണ് നിഷയുടെ ബെസ്റ്റ് പെർഫോമൻസിന് ഒരു 10 ലക്ഷം രൂപ ഇൻസെൻറ്റീവായിട്ട് ഈ അടുത്ത മാസം ക്രെഡിറ്റ് ആവുന്നു, അല്ലെങ്കിൽ എന്നിട്ട് ചെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ബോണസ് ആണെന്ന്. അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് തോട്ട്? കുറച്ച് സേവിങ്സ്, കുറച്ച് നമ്മൾ മാറ്റിവെച്ച കുറെ നമ്മുടെ ഡ്രീംസ് ഉണ്ടാവുമല്ലോ, അത് ചെയ്യാൻ പറ്റിയില്ല, ഈ സേവിങ്സും ലൈഫിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ബാക്കി എമൗണ്ട് അതിൽ സേവിങ്സ്, ഹോബി, സ്പെൻഡിങ്. ഓക്കെ, വെരി ഗുഡ്. നമ്മളും ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം കൂടി സേവ് ചെയ്ത് വെച്ചിട്ടും എവിടെ അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുന്ന ബോണസ് ആണ്. ഞാൻ നോർമലി ബോണസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് തന്നെയല്ല, ഇപ്പം ഒരു FD മെച്യൂർ ആയി കിട്ടി കയ്യില്, അപ്പൊ അത് എനിക്ക് കിട്ടിയ സാലറിനേക്കാളും അഡീഷണൽ ഒരു എമൗണ്ട് എനിക്ക് ഈ മന്ത് വന്നിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ സേവ് ചെയ്യും, ഒരു പാർട്ട് എനിക്ക് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാവും, എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും, ഇത് ചെയ്യണമായിരുന്നു, ഞാൻ പണ്ട് ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ സ്പെൻഡ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇനി ശരിക്കും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇനിയും ഒരു 4-5 മണിക്കൂർ സംസാരിക്കാനുള്ള ടോപ്പിക് കേട്ടോ. പക്ഷെ ഞാൻ വെച്ചാൽ ഇപ്പൊ റിട്ടയർമെന്റ് എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടോ? യു ഹാവ് എനി റിട്ടയർമെന്റ് പ്ലാൻ ഓർ റിട്ടയർ ആ ഡേറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ വെച്ചിട്ട് ഇൻകം ഉണ്ടാവും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? വാട്ട്സ് യുവർ റിട്ടയർമെന്റ് പ്ലാൻ ഇഫ് ഐ ആസ്ക് യു? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനി ഡേറ്റ്? നോ. ഓക്കെ. ഇല്ല, ഞാൻ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എപ്പോഴും വേണമല്ലോ എനിക്ക്. എപ്പോഴും അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഒന്നും ഒരു പണി എടുക്കുന്നില്ല, കാശ് വരണം. ഒരു പണി വരെ പണിയെടുക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ വരണം എന്നാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വരണം എന്നാണെങ്കിൽ മേ ബി ഞാൻ അങ്ങനത്തെ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചിട്ടില്ല. കാരണം എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഒപ്പം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാൻ പറ്റുക, യാത്ര ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജോലിയുടെ ഇടയിൽ കൂടെയും കൂടെ. റിട്ടയർമെന്റ് വേണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം എപ്പോഴും വേണം. ഓക്കെ. അല്ല, ജസീറയുടെ കേസിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റോടെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, ജസീറ നന്നായിട്ട് വായിക്കുന്ന ടൈപ്പാണ്. ആൻഡ് ഇപ്പോൾ ഈ BNIയിലാണെങ്കിലും ടോസ്റ്റ് മാസ്റ്റർ ആണെങ്കിലും, ആൻഡ് യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് സർക്കിൾ ഓൾസോ. പിന്നെ ബിസിനസ്സും, പിന്നെ 3 പിള്ളേരെയും, ഒരു ഹസ്ബൻഡിനെയും, ഇതെങ്ങനെ മാനേജ് ചെയ്ത് സത്യം പറഞ്ഞതിൽ? അല്ല, ഞാൻ എല്ലാത്തിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ടൈം മാനേജ്മെന്റ് ഉണ്ട്. ചില സമയത്ത് സ്ട്രെസ് ഇല്ലാന്നല്ല കേട്ടോ, കൂടുതലാവുമ്പോൾ കുട്ടികൾ തന്നെ പറയും, ചിലപ്പോൾ തലവേദന വരുമ്പോൾ പറയും, ഉമ്മ ഏതെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് പറയും. പക്ഷെ അങ്ങനെ കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഞാനല്ലാതെയാകും. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അപ്പം പക്ഷെ എന്നാൽ സ്ട്രെസ് ഉണ്ട്, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യുക.
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ എൻജോയ് ചെയ്യുക, കാര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ സ്ട്രെസ് ഇല്ല എന്നല്ല, വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ചിലപ്പോൾ കുറേ കണ്ടിന്യൂസ്ലി യാത്ര ഉണ്ടാവും, ഞങ്ങളുടെ വർക്കിൽ യാത്ര ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 years 45 years ഒക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 35 years ആകുമ്പോഴത്തേക്കും കരിയറിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറേ നാൾ വെറുതെ ഇരുന്നിട്ട് ഇത് തുടങ്ങിയ ആളാണ്. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. നമ്മൾ കഥകൾ വായിക്കാറുണ്ടല്ലോ, 60 years 65 years പിക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വളരെ വലുതായി എന്നൊക്കെ. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, അതിനുള്ള മനസ്സുണ്ടായിരുന്നാൽ മാത്രം മതി ആണ് എനിക്ക് തോന്നുന്നത്. ചെയ്യുന്നതൊക്കെ നമ്മളെ സന്തോഷത്തിലേക്ക് പോകണമാണ് ഡിഫിക്കൽട്ട്. അതെ അതെ അതെ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഈ ഒരു കേസിൽ ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ വന്ന ടൈമിൽ ഞാൻ നോക്കിയ കാര്യം, പെട്ടെന്ന് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ സജിതനെ മീറ്റ് ചെയ്തത് പണ്ട് അബദ്ധമാണെന്ന് തോന്നിയാലും ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാവുന്ന ഒരാളെന്ന് വെച്ചാൽ സജിതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവണം, ഒരു ഡിപ്രഷൻ ഒന്നും പറയണ്ട, അതൊക്കെ വലിയ വേർഡുകളാണ്. ഇപ്പം ആ വേർഡ് എൻ്റെ മോളടക്കം പറയണ്ട, അതിൻ്റെ പേരിൽ അറിയാതെ കൊണ്ടുപോയതാണ്. അപ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാവണം. വാട്ട് ഈസ് യുവർ ആ ഒരു സ്ട്രെസ് ബസ്റ്റർ? അല്ലെങ്കിൽ ആരെടുത്ത് പോകും? എനിക്ക് ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ മോള് വലിയ കുട്ടിയായി. അവള് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഷീസ് ലൈക്ക് എ മദർ, ഷീസ് ലൈക്ക് എ ഫ്രണ്ട്, ഷീസ് ലൈക്ക് എ ഡോട്ടർ. എന്ത് സംസാരിക്കാൻ പെൺകുട്ടികളുടെ ഗുണമാണെന്ന് തോന്നുന്നു. എന്തും സംസാരിക്കാൻ നമുക്ക് വളരെ മെച്ചുവേർഡായിട്ട് അതിന് ആൻസർ പറയും. അതിൻ്റെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നുന്നത്, എന്നോടും ഹസ്ബൻഡിനോടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആംഗിളിൽ അവൾ സംസാരിക്കും. ഇപ്പം എൻ്റേത് ഞാൻ ഒരു കുറ്റം പറയുമ്പം ഹസ്ബൻഡിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അവളത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ചെന്നിട്ട് വേറൊരു ടാക്കിളിൽ അവൾ സംസാരിക്കും. അപ്പം അത് ചില പിള്ളേർക്കുള്ളൊരു മെച്ചുവേർഡ് ഇതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്ത് പറയുന്നതിനേക്കാളും വീട്ടിൽ തന്നെ സോൾവ് ചെയ്യുന്നത് എനിക്ക് കുറച്ച്. കാര്യം പുറത്ത് പോയാൽ അത് ചിലപ്പോൾ മേ ബി അത് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ്, അത്രയും സീക്രട്ടീവ് തിങ്സാണ് നമ്മളുടെ മനസ്സിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന കാര്യം. ഞാൻ ഹസ്ബൻഡിനോട് പറയാൻ പറ്റുകയാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിളിച്ച് പറയും. ഫ്രണ്ട്സ് പണ്ടൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു, അതൊക്കെ സില്ലി മാറ്റേഴ്സിന്റെ കാലത്തായിരുന്നു ഈ ഫ്രണ്ട്സിനോട് വരുന്നത്. നമ്മൾ ചെറിയ തല്ലുപിടുത്തങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ. ബിഗ് മാറ്റേഴ്സ് വരുമ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്തും സംസാരിക്കാം. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ പറ്റി, എൻ്റെ വീട്ടുകാരെ പറ്റി, നാട്ടുകാരെ പറ്റി എന്ത് പറ്റിയും സംസാരിക്കും. എത്രത്തോളം കേൾക്കണ്ടെന്ന് അറിയത്തില്ല, കേട്ട് എന്ത് സംഭവിക്കുന്നു അറിയാം. നമ്മൾ ചിലപ്പോൾ ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ പോകുമായിരിക്കും. പക്ഷെ നമുക്ക് ലേഡീസിനുള്ളൊരു ഇതെന്ന് വെച്ചാൽ പറയണം, സംസാരിക്കാൻ, കേൾക്കാൻ ഒരാളുണ്ടാവണം, അത്രേ ഉള്ളൂ. ഇവരത് വെച്ചുകൊണ്ട് നടക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. കേൾക്കാൻ ഒരുവാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. അതാദ്യം ആണുങ്ങളുടെ ഡ്രോബാക്കും അതാണ്, അവർ ഓപ്പൺ അപ്പ് ചെയ്യില്ല എന്നുള്ളത്. അവർ ഓപ്പൺ അപ്പ് ചെയ്യാത്തതുകൊണ്ട് അത് അവരുടെ മനസ്സിൽ കിടക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു, എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീർന്നു. ഓക്കെ, ഇറ്റ്സ് എ വാലിഡ് തിങ്. ഓക്കെ, നിഷ എങ്ങനെയാണ്? നിഷയുടെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ യു ആർ വർക്കിംഗ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇത്തിരി സ്ട്രെസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തിരി കോമ്പറ്റീറ്റീവ് ആയിരിക്കും, അങ്ങനത്തെ കാര്യമുള്ളൂ. സോ ഹൗ ഡു യു മാനേജ്? ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജ്? വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആണെങ്കിൽ ഒബ്വിയസ്ലി വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അവർക്ക് അവിടുത്തെ സിറ്റുവേഷനും പൊളിറ്റിക്സും മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ്, കലീഗ്സ് അവരുടെ അടുത്താണ് നമ്മൾ നോർമലി തീർക്കുക. പിന്നെ വീട്ടിലുള്ള സ്ട്രെസ് ആണെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് പറയും, അങ്ങനെയാണ്. പിന്നെ അതിലും കൂടുതൽ ഭയങ്കരമായിട്ട് ഇതേപോലെ ഈ പറയണ പോലെ എന്തെങ്കിലും എന്താ പറയുക ഡിപ്രഷൻ അങ്ങനത്തെയൊക്കെ ആണെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ ഹെൽപ്പ് എടുത്തു, കൗൺസിലിങ്ങിനും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ടൈപ്പും മാനേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇനിയും കുറേ എനിക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ് ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെയും ഒരു സീരീസ് ആയിട്ട് ഇറക്കാം ഇത് കുറേ പറയാം. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ മണി ടോക്സ് വിത്ത് ഹോം മേക്കർ. ആൻഡ് ഞാനതും മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ബിസിനസ് വുമൺ ആൻഡ് എംപ്ലോയി എന്നുള്ള രീതിയിൽ അതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് എന്തായിരിക്കും? സോ വിൽ സ്റ്റാർട്ട് ഫ്രം ജസീറ. ഓക്കെ, final advice for our audience in terms of money, life and career എന്തായിരിക്കും
പെട്ടെന്ന് ക്യൂക്കായിട്ട് പറഞ്ഞു. അതായത് നമ്മൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഞാൻ നേരെ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പാണ്. അപ്പോൾ അതിന് തക്ക എന്തൊക്കെ വേണമോ അത് നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുക. കുറച്ച് അവയർനെസ്സിൻ്റെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞല്ലോ, കുറവുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് അറിയുക, എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാന്ന് നോക്കുക. പിന്നെ ഒരിക്കലും ഒന്നിനും സമയം വൈകിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ല, ഇത് തന്നെയാണ് അവയർനെസ് ഉണ്ടാവണം. മണി മാനേജ്മെന്റ് പഠിച്ചിരിക്കണം. മണി മാനേജ്മെന്റ് ഇല്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. അല്ല, എന്ത് കാര്യത്തിനാണെങ്കിലും, വീട്ടിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും എല്ലാം മണി മാനേജ്മെന്റ് പഠിച്ചിരിക്കണം. അതിന് പിന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാർ അവയർനെസ് കൊടുക്കുക. മനുഷ്യർക്ക് എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, എങ്ങനത്തെ തരത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ കൂടി വേണമല്ലോ പൈസ. നമുക്ക് എൻജോയ് ചെയ്യണം, പുറത്തു പോകണം, നാട് കാണാൻ പോകണം, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഷോപ്പിംഗ് വേണം. എല്ലാത്തിനും പൈസ മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മളുടെ വിജയം, അല്ലേ? അതെ അതെ. ഫൈനൽ എൻ്റെ എന്ന് പറയുമ്പം ലേഡീസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം. മണി വൈസ് ആണെങ്കിലും ഇപ്പം ജോബ് ആണെങ്കിലും അവരുടേതായ ഒരു ലൈഫ് വേണം അവർക്ക്. നോട്ട് ലൈക്ക് ഫുള്ളി നമ്മുടെ ഹസ്ബൻഡിന്റെ മുകളിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ മുകളിലോ ഡിപ്പെൻഡ്. നമ്മുടേതായ ഐഡന്റിറ്റി വേണം. മണി മാനേജ്മെന്റ് ചെയ്യണം, ബട്ട് അറ്റ് ദ സെയിം ടൈം മണിയുടെ പുറകേലും കൂടുതൽ പോരുത്. മണി ബ്രിങ്സ് യു സ്ട്രെസ്. അപ്പം ഹാപ്പിനെസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ പറയുന്ന പോലെ എക്സിജൻസിയും കാര്യങ്ങളും ഒക്കെ മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ലൈഫിൻ്റെ മുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മോർ ദാൻ മണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ മണിയുടെ പുറകെ പോയപ്പോഴൊക്കെ എനിക്ക് സ്ട്രെസ്സേ വന്നിട്ടുള്ളൂ. അപ്പം കൂടുതലും നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ലൈഫ്, നമുക്ക് കുറേ ഗോൾസ് ഉണ്ടാവും, അത് കൂടുതൽ നോക്കുക. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. ബിക്കോസ് എത്ര വലിയ CEO ആയാലും നമുക്ക് കിട്ടുന്ന കാശല്ല ഇമ്പോർട്ടൻ്റ്. ആ ടൈമിൽ ഇപ്പം എനിക്കിപ്പം മന്ത്ലി 5 ലക്ഷം കിട്ടിയിട്ടും ഞാൻ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ആ പൈസ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അറ്റ് ദ സെയിം ടൈം ഇപ്പം വീട്ടിലെ കാര്യങ്ങളും സെക്യൂരിറ്റിയും ഒരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞിട്ട്, ബിക്കോസ് നമ്മൾ ലൈഫിൽ ഇനി അങ്ങോട്ട് ഏജും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ബക്കറ്റ് ലിസ്റ്റും ലേഡീസ് ആസ് സച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതേപോലെ ഫാമിലിയുടെ പുറകെ പോയി, കുട്ടികളുടെ പുറകെ പോയി. അപ്പം നമ്മളെയും കൂടി നമുക്ക് സ്വന്തമായിട്ടും നമ്മളൊരു പ്രിഫറൻസ് വെക്കുക, ഒരു ഐഡന്റിറ്റി വെച്ചുകൊണ്ട് മൂവ് ചെയ്യാം. ചെറുതിലും സന്തോഷം കണ്ടെത്തുക. അതുകൊണ്ട് കറക്റ്റ്. അതുകൊണ്ട് വലുത് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കൂ എന്ന് പറയാൻ പറ്റില്ല. സന്തോഷം തുടങ്ങാമെന്നല്ല, സന്തോഷിക്കുക. ഐ തിങ്ക് വളരെ നല്ല കാര്യം. ഒത്തിരി എനിക്ക് പേഴ്സണലി ഞാൻ ലേൺ അലോട്ട്. ആൻഡ് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന് ഒത്തിരി നല്ലൊരു എനിക്കൊരു സുഖമുള്ളൊരു ടോക്കായിരിക്കും തോന്നണം എല്ലാവരും കേട്ടിരിക്കുമ്പോൾ. ആൻഡ് ഒത്തിരി പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കുറേ കാര്യങ്ങൾ മിസ്സായി പോകും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം കൊടുക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഇത് എല്ലാം സംസാരിക്കുന്ന ടൈമിൽ ആരെങ്കിലും എന്തെങ്കിലും ഇത് കേട്ടിട്ട് ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ള ടൈമിലാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രചോദനം ഉൾപ്പെടുത്തി അവർക്ക് ലൈഫ് മൂവ് ചെയ്യാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അത്ര വലിയ മീനിങ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും മീനിങ് നമ്മുടെ സംസാരത്തിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾ ഹാപ്പി. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ പറയണം ഇതിൽ ആരെന്ത് പറഞ്ഞതെന്നാണ് ഇഷ്ടപ്പെട്ടതെന്നും. അതേമാതിരി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും, ഞാനെപ്പോഴും സാധാരണ സെഷനൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നൊന്നും പറയണ്ട, ഇതെല്ലാം കേട്ടിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് പറ എത്ര രൂപ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇന്ന് അതല്ല പറയേണ്ടത്. ഇന്ന് പറയേണ്ട കാര്യം വെച്ചാൽ ശരിക്കും ഇത്തരം നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് മിസ്സിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. ലൈഫ് ആദ്യം ഹാപ്പിനെസ് കണ്ടെത്തുക, അതിന് വേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട്, അതെല്ലാവരും ഫുൾഫിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ ലൈഫ്, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സ്പെഷ്യൽ താങ്ക്സ്. നമ്മൾ കാലത്ത് 8 മണിക്ക് തന്നെ ഓടി കേസ് എത്തി. എനിക്കും അറിയാം വീട്ടുകാർക്കും താങ്ക്സ്. കാരണം നിങ്ങൾ കാലത്ത് വരുമ്പോൾ ഇതെല്ലാവരും വീട്ടിലും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അതേമാതിരി ഓഡിയൻസിനും കാണുന്നവരെല്ലാവർക്കും താങ്ക് യു. നമുക്കപ്പോൾ എല്ലാവരുടെയും മണി ലൈഫ് ഒന്നും കൂടി നന്നാക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.